जय राधा कुंज बिहारी जय श्री कृष्ण चैतन्य प्रभु नित्यानंद द्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्णा 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 हरे 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 राम 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 हरे हरे जय प्रभुपदा जय प्रभुपदा जय प्रभुपदा जय प्रभुपदा जय गुरुदेवा जय पदीपवंशील गुरुदेवा जय जय प्रभुपाद जय जय प्रभुपाद एवं विश्वपाद प्रभुपाचार्य श्री अभय चरणारविंद भक्ति विलास प्रभुपाद की जय, गुरुदेव की जय, अनंत कोटि वैष्णव वृंद की जय, गुरुवायूरप्पन की जय, नरसिंहदेव भगवान की जय, लड्डू गोपाल की जय, पंचतत्व भगवान की जय, चैतन्य महाप्रभु की जय. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സ്വാഗതം. തുടർന്നുള്ള ക്ലാസ്സുകളിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ശ്രീമദ് ഭാഗവത്തിലെ ബുധനാമോക്ഷത്തെ പറ്റിയാണ് പറഞ്ഞത്. അതിനുശേഷം ഇന്നത്തെ 7ാമത്തെ അധ്യായം തൃണാവർത്ത മോക്ഷം. അതായത് തൃണാവർത്തനം എന്ന് വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ കൊടുങ്കാറ്റിനായിട്ട് കാര്യം ഓർക്കും. എന്താ പറഞ്ഞ, കൊടുങ്കാറ്റായി വന്ന് ഭഗവാനെ ആകാശത്തിലേക്ക് ഉയർത്തി ആ തൃണാവർത്താസുരൻ അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഭാരം താങ്ങാനാവാതെ കുഴങ്ങുന്നു. അങ്ങനെ അതിനു മുമ്പായിട്ട് കൃഷ്ണൻ ആ ശകടത്തെ ഭഞ്ജിക്കുന്നതും തകർക്കുക, പൊടിക്കുന്നതും തൃണാവർത്തൻ എന്ന അസുരനെ വധിക്കുന്നതും തൻ്റെ വായ്ക്കുള്ളിൽ പ്രപഞ്ചങ്ങളെ മുഴുവൻ പ്രദർശിപ്പിക്കുന്നതുമായ ആ ലീലകളെ പറ്റിയാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. അതായത് നമ്മൾക്ക് ഭഗവാന്റെ ബാല്യലീലകളെയാണ് നമുക്ക് പരീക്ഷിത മഹാരാജാവ് ആകാംക്ഷയോടെ കൂടിയിരിക്കുന്നത് കണ്ട് ശുകദേവ സ്വാമി സന്തോഷത്തോടെ തുടർന്നും കൃഷ്ണന് 3 മാസം പ്രായമാവുകയും മുട്ടിൽ ഇഴയുന്നതിന് മുൻപായി കമിഴാൻ ശ്രമിച്ചു തുടങ്ങുകയും ചെയ്തപ്പോൾ യശോദ കുഞ്ഞിൻ്റെ അഭിവൃദ്ധിക്കായി കൂട്ടുകാരോടൊപ്പം ഒരു അനുഷ്ഠാന കർമ്മം ചെയ്യാൻ ആഗ്രഹിച്ചു. ചെറിയ കുട്ടികളുള്ള സ്ത്രീകൾ ഒന്നിച്ചേർന്ന് ആണല്ലോ ഇത് ചെയ്യണം. ഇതൊക്കെ നമുക്ക് അനുഭവങ്ങളുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കൃഷ്ണൻ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതും കണ്ട യശോദ മറ്റു എടുക്കുന്നതിനാൽ കൃഷ്ണനെ വീട്ടിലുണ്ടായിരുന്ന ഒരു വണ്ടിയുടെ ശകടം, അതാണ് ഈ ശകടം എന്ന് പറയുന്നത്, ശകടം കീഴിൽ കിടത്തി. വണ്ടിയുടെ കീഴിലുള്ള സ്ഥലത്തിൻ്റെ പേരാണ് ശകടം. ആ വണ്ടി, ചെറിയ വണ്ടി എന്ന് പറയും. കുഞ്ഞുറങ്ങുന്ന വേളയിൽ ആ മംഗളകർമ്മത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം യശോദ ഒഴുകി ആ വണ്ടിയുടെ അഥവാ ശകടത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന തൊട്ടിലാണ് ആ കുഞ്ഞിനെ കിടത്തിയിരുന്നത്. അപ്പോൾ ഉറങ്ങുകയായിരുന്ന കുഞ്ഞ് പെട്ടെന്ന് ഉണരുകയും എല്ലാ കുഞ്ഞുങ്ങളെയും പോലെ കുഞ്ഞിക്കാലുകൾ ഇളക്കുകയും ചെയ്തു. ആ കുഞ്ഞിക്കാൽ കൊണ്ട് ചവിട്ടേറ്റ വണ്ടി, അതാണ് ശകടം, ഒരു വലിയ ശബ്ദത്തോടെ തകർന്നു വീഴുകയും അതിലെ വിവിധ സാമഗ്രികൾ ചിന്നിച്ചിത്രയും ചെയ്തു. അടുത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ വണ്ടി തകർന്ന കാര്യം അറിയിച്ചപ്പോൾ യശോദ മറ്റു ഗോപികമാരുമൊത്ത് വെപ്രാളപ്പെട്ട് അതിവേഗം ഓടിയെത്തി. അമ്മ യശോദ കൃഷ്ണനെ ഉടനെ വാരിയെടുക്കുകയും മടിയിൽ കിടത്തി മുല കൊടുക്കുകയും ചെയ്തു. പിന്നീട് ബ്രാഹ്മണരെ കൊണ്ട് വേദപ്രോക്തമായ കർമാനുഷ്ഠാനങ്ങൾ നടത്തിച്ചു. കുഞ്ഞിൻ്റെ യഥാർത്ഥ വ്യക്തിത്വം മനസ്സിലാക്കാതെ ബ്രാഹ്മണർ കുഞ്ഞിൻ്റെ മേൽ അനുഗ്രഹവർഷം ചൊരിഞ്ഞു. മറ്റൊരു ദിവസം കുഞ്ഞിനെ മടിയിൽ വെച്ചിരിക്കുകയായിരുന്ന യശോദയ്ക്ക് പ്രപഞ്ചത്തിൻ്റെ ഭാരം മുഴുവൻ അവൻ ഏറ്റുവാങ്ങിയതായി തോന്നി. അത്ഭുതപ്പെട്ട യശോദ കുഞ്ഞിനെ താഴെ കിടത്തിയ മാത്രയിൽ കംസന്റെ സേവകരിൽ ഒരുവനായ തൃണാവർത്തൻ, അപ്പൊ കംസന്റെ സേവകരിൽ ഒരാളാണ് തൃണാവർത്തൻ. ആ തൃണാവർത്തൻ എന്താ പറഞ്ഞ, ഒരു ചുഴലിക്കാറ്റായിട്ട് വന്ന് അവിടെ പ്രദക്ഷിണയും കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അവൻ കൊടുങ്കാറ്റായിട്ട് വന്ന ആ ഭഗവാൻ, അത് ആരാണ് വന്നത്? ഭഗവാനെ ആകാശത്തിലേക്ക് ഉയർത്തിയ തൃണാവർത്തൻ അസുരൻ അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഭാരം താങ്ങാനാവാതെ കുഴങ്ങുന്നു തൃണാവർത്തൻ. ഈ കാര്യങ്ങളൊക്കെ പറ്റിയാണ്. അപ്പൊ അങ്ങനെ ഗോകുലം എന്നറിയപ്പെടുന്ന പ്രദേശം മുഴുവൻ പൊടി കൊണ്ട് മൂടുകയും കുഞ്ഞ് എവിടെ എന്ന് ആർക്കും കാണാൻ പറ്റാതാവുകയും ചെയ്തു. ചുഴലിക്കാറ്റ് തട്ടിയെടുത്ത കുഞ്ഞിനെ പറ്റി ഗോപികമാർ പരഭ്രാന്തരായി, അല്ലേ? പക്ഷേ ആകാശത്തേക്ക് വരുന്ന അസുരന് കുഞ്ഞിന്റെ ഭാരം കാരണം അധിക ദൂരം കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. കുഞ്ഞ് തന്നെ മുറുകെ പിടിച്ചിരിക്കുന്നതിനാൽ അവനെ താഴേക്കിടാനും പറ്റിയില്ല. ഭഗവാന്റെ ഓരോ ലീലകളാണിത്. തൻ്റെ ശരീരത്തിൽ നിന്ന്
വിടുവിക്കാനാവാത്ത വിധം മുറുക്കിയുള്ള പിടുത്തമായിരുന്നു അത്. തോളിൽ മുറുകെ പിടിച്ചിരുന്ന കുഞ്ഞുമായി വലിയ ഉയരത്തിൽ നിന്ന് തൃണാവർത്തൻ താഴെ വീണ് ഉടനടി മരണമടഞ്ഞു. അസുരൻ തന്നെ താഴെ വീണപ്പോൾ കുഞ്ഞിനെ ഗോപികുമാർ വീണ്ടെടുത്തു യശോദയുടെ മടിയിലേക്ക് കൈമാറി. യശോദ അത്ഭുതാപരവശയായെങ്കിലും യോഗമായയുടെ ശക്തി കാരണം ആർക്കും കൃഷ്ണൻ ആരെന്നോ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചുവെന്നോ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കുഞ്ഞിന്റെ ഭാഗ്യത്തെ പുകഴ്ത്തുകയാണ് അവർ ചെയ്തത്. നന്ദമഹാരാജാവ് വസുദേവരുടെ അത്ഭുതകരമായ പ്രവചനത്തെക്കുറിച്ച് ഓർക്കുകയും അദ്ദേഹത്തെ മഹായോഗി എന്ന് പുകഴ്ത്താൻ തുടങ്ങുകയും ചെയ്തു. പിന്നൊരിക്കൽ കൃഷ്ണൻ യശോദാമാതാവിന്റെ മടിയിൽ വെച്ച് കോട്ടുവായിട്ടപ്പോൾ അമ്മ സർവ പ്രപഞ്ചവും ഇതിൽ കണ്ടു. അങ്ങനെയുള്ള കാര്യത്തെ പറ്റിയൊക്കെയാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അതായത് സദാ ഭഗവാന്റെ ഐശ്വര്യത്തെ പറ്റി എന്താ സദാ 6 ഐശ്വര്യങ്ങളും അതൊക്കെ കൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയുള്ളത്. ഭഗവാൻ എന്താ അതിനകത്ത് പറയുന്നുണ്ട് 6 ഐശ്വര്യങ്ങളും. ഏതൊക്കെയാണ്? സമ്പത്ത്, വീര്യം, യശസ്, ജ്ഞാനം, സൗന്ദര്യം, വൈരാഗ്യം നിറഞ്ഞവനാണ് പരമ്പൊരുളായ ഭഗവാൻ. ശ്രീമദ് ഭഗവത്ഗീത വിഭൂതി യോഗം 10ാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. ഭഗവാൻ എന്ന വാക്കിന് പരാശരമുനി നൽകുന്ന നിർവചനം എന്തൊക്കെയാണ്? ബലം, കീർത്തി, ധനം, ജ്ഞാനം, സൗന്ദര്യം, ത്യാഗം എന്നീ വിഭൂതികൾ 6ഉം തികഞ്ഞവൻ. ആരാണത്? ഭഗവാൻ, ശ്രീകൃഷ്ണ ഭഗവാൻ. ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഈ 6 ഐശ്വര്യങ്ങളും പ്രദർശിപ്പിച്ച് അങ്ങനെയുള്ള ലീലകളെ പറ്റിയാണ് പരാശരാദി മഹാത്മാക്കൾ ഭഗവാനെ അംഗീകരിക്കപ്പെട്ടത്. അപ്പൊ ഈ ലീലകളൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള അതീന്ദ്രിയമായ ലീലാവിലാസങ്ങളെ കുറിച്ച് കേട്ടറിയാൻ ധാരാളം അവസരം ബദ്ധാത്മാക്കൾ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ബദ്ധാത്മാക്കൾക്ക് വേണ്ടിയിട്ട് ആണ് ഈ ലീലകളൊക്കെ ഭഗവാൻ അവതരിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഭഗവാനോട് എത്രത്തോളം അടുക്കാൻ പറ്റുമോ അതെല്ലാം ലീലകൾ ഇങ്ങനെയുള്ള ഭഗവാന്റെ ബാല്യലീലകൾ കേൾക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ കഥകളിലൂടെ മാത്രമേ. അതാണ് ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നത്. എന്താണ്? ജന്മ കർമ്മ ചമേ ദിവ്യം. ഭഗവത്ഗീതയിൽ പറഞ്ഞില്ലേ, ഭഗവാന്റെ ജന്മത്തെ പറ്റിയും കർമ്മത്തെ പറ്റിയും നമുക്ക് നിരന്തരമായിട്ടുള്ള ആ അറിവ്, അല്ലെങ്കിൽ ആ ശാസ്ത്രത്തിലൂടെ, അല്ലെങ്കിൽ ഭഗവത്ഗീതയിലൂടെ അറിവ്, അല്ലെങ്കിൽ ഭാഗവത്തിലൂടെ അറിവ്, അല്ലെങ്കിൽ സത്സംഗത്തിലൂടെ നാമജപത്തിലൂടെ കിട്ടുന്ന അറിവ് എന്താണ്? ഭഗവാന്റെ ജന്മ കർമ്മ ചമേ ദിവ്യം യോം വേത്തി തത്വതഃ ത്വക്വാദേഹം പുനർജന്മനൈതി മാമേതി സുഅർജുന. അതാണ് ആ ഉപദേശം. അപ്പൊ അങ്ങനെയുള്ള ആ ജന്മത്തെ പറ്റിയും കർമ്മത്തെ പറ്റിയും ഭഗവാന്റെ അവതാരം എന്താണ്, ഭഗവാന്റെ ഓരോ അവതാര ലീലകൾ എന്തിനാണ് ഭഗവാൻ അവതരിച്ചത് എന്നുള്ള കഥകളെ പറ്റിയൊക്കെ, ഭഗവാന്റെ ജന്മത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വഴികളിലൂടെ അറിയാൻ പറ്റും. ഭഗവാന്റെ പ്രവർത്തനങ്ങൾ, ലീലാവിലാസങ്ങൾ, അത് ഭൗതികമല്ല, അതൊന്നും ഭൗതികമല്ല, ഇതെല്ലാം അതീന്ദ്രിയമാണ്. അവ ഭൗതിക സങ്കല്പങ്ങൾക്ക് അതീതമാണെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇത്തരം സാധാരണ പ്രവർത്തനങ്ങളെ കുറിച്ച് കേൾക്കുന്നത് ബദ്ധാത്മാക്കൾക്ക് വളരെയേറെ ഗുണം ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ദിനംതോറും സതതം അനുനിമിഷം എപ്പോഴും ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കണം. കാരണം അതാണ് കലിയുഗത്തിലെ പറയുന്ന കാര്യങ്ങളൊക്കെ. ഇതെല്ലാം നമുക്ക് ബദ്ധാത്മാക്കൾക്ക് വളരെയേറെ ഗുണം ചെയ്യുകയും ഭഗവാനുമായി ബന്ധപ്പെടാനുള്ള അവസരം ശ്രവണം. അപ്പൊ ഭഗവാനുമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമ്മുടെ ശ്രവണത്തിലൂടെ ബന്ധപ്പെടുകയും അതിൻ്റെ അനന്തരഫലം അതീന്ദ്രിയ പ്രകൃതിയുമായി അടുക്കുക എന്നാണ്. അപ്പൊ ഭഗവാന്റെ അതീന്ദ്രിയ ശബ്ദരൂപത്തിൽ നമ്മൾ ഭഗവാനായിട്ട് അടുക്കുകയും ഭഗവാന്റെ പ്രകൃതിയുമായിട്ട് അടുക്കുകയും മറ്റു ബദ്ധാത്മാക്കളെ കുറിച്ച് നോവലിന്റെയോ കഥയുടെയോ നാടകത്തിന്റെയോ രൂപത്തിൽ കേൾക്കാൻ ബദ്ധാത്മാർക്ക് സ്വതേ ഇഷ്ടമാണ്, അല്ലെ? നമ്മൾ കഥയാരൂപത്തിൽ പല പല കാര്യങ്ങൾ ഇവിടെ ചുമരിൽ ഗുരുവായൂരമ്പലത്തിൽ വന്നാൽ കാണാം ചുമരിൽ ചിത്രം വരയ്ക്കുന്നത്, എന്തെല്ലാം ലീലകളാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഏത് സമയത്തും ആ അവബോധം ശുദ്ധീകരിക്കാൻ, ക്യൂവിൽ നിൽക്കുമ്പോൾ പോലും നമുക്ക് ആ അവബോധം ശുദ്ധീകരിക്കാൻ പറ്റും. കാരണം നമ്മൾ ആ ചിത്രത്തിൽ നോക്കിയാൽ മതി, അല്ലെങ്കിൽ അവിടെ ക്യൂവിൽ നിൽക്കുമ്പോൾ നാമം ജപിച്ചാൽ മതി. ആ ചിത്രത്തിൽ എന്തെല്ലാം ചുവരത്തുകളുണ്ട്, ഉണ്ണിക്കണ്ണനുണ്ട്, കാളിയമർദ്ദനുണ്ട്, പിന്നെ അങ്ങനെ പല പല ലീലകൾ, ഭഗവാന്റെ ലീലകൾ, എന്തെല്ലാം ലീലകളാണ് അവിടെ ചുമരെഴുത്തിലൂടെ ഒക്കെ വച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ ബദ്ധാത്മാക്കളായിട്ടുള്ള ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് വർണ്ണിച്ചിരിക്കുന്നതും കൊടുത്തിരിക്കുന്നതും. നമുക്കിതൊക്കെ കാണാനും കേൾക്കാനും അങ്ങനെ നമ്മുടെ കർണശുദ്ധി, നമ്മുടെ ചിത്തശുദ്ധി ഇതെല്ലാം വരുത്തുകയും ഇതൊക്കെയാണ് കലിയുഗത്തിൽ
ചെയ്യേണ്ടെന്ന കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഇപ്പം നോവലിൻ്റെ കഥയുടെ പല പല കഥാ അവതാരങ്ങളും കലാരൂപത്തിലും ഈവൻ പിക്ചറായിട്ടും സിനിമയിലുള്ള പാട്ടുകളായിട്ടും ഒക്കെ ഇപ്പം ചിത്രീകരിക്കുന്നുണ്ട് അല്ലേ. പല പല പാട്ടുകളും ഭഗവാനുമായിട്ടുള്ള ബന്ധപ്പെട്ട ഭഗവാന്റെ ലീലകളെക്കുറിച്ച് ഭഗവാന്റെ നാമത്തെ പറ്റിയൊക്കെ ഉണ്ട്. ഇപ്രകാരം വളരെ വേഗം അതീന്ദ്രിയ പ്രകൃതിയിൽ എത്തിച്ചേരാൻ കഴിയും. ഇതൊക്കെ എന്തിനാണ് ഉപകാരപ്പെടുന്നത്? ഭഗവാന്റെ ഈ അതീന്ദ്രിയ ലീലകളെക്കുറിച്ചും ശുദ്ധ പത്യൂർ സേവന, ശുദ്ധമായ, അതായത് സത്വതമോ രജോ തഥാ രജസ് തമോഭാവ കാമലോപതയെ ചേതരേതനാവർത്തിയം സ്ഥിതം സത്വേ പ്രസിദ്ധി. സ്ഥിരമായിട്ടുള്ള ഗോവിന്ദ ഏകാന്ത ഭക്തിർ ഗോവിന്ദ എന്നുള്ള ആ തലത്തിലേക്ക് എത്തിപ്പെടാൻ ഉതകുന്നതാണ് ഇതെല്ലാം എന്നാണ് പറയുന്നത്. അപ്പൊ സ്ഥിരമായിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള കാമ ക്രോധ ലോഭ മത മാത്സര്യങ്ങൾ മാറിയിട്ട് അതിനെന്താ വേണ്ടത്? തസ്മാത് ഏകേന മനസ്സ ഭഗവാൻ സാത്വതാമ്പതി. ഭഗവാൻ സാത്വതാമ്പതിയാണ്, ഭഗവാൻ ഭക്തന്മാരുടെ സംരക്ഷകനാണെന്നാണ് പറയുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശ്രോതവ്യം കീർത്തവ്യം ധ്യേയം പൂജ്യശ്ച നിത്യത. കേൾക്കുക, അത് ശ്രദ്ധിക്കുക, അത് ശ്രവിക്കുക, അത് റിപ്പീറ്റ് ചെയ്യുക, മനനം ചെയ്യുക. ശ്രോതവ്യം കീർത്തവ്യം ധ്യേയം പൂജ്യശ്ച. നിത്യവും ഭഗവാനുമായിട്ടുള്ള ബന്ധപ്പെടൽ, ആ ബന്ധം നിർബന്ധേ കൃഷ്ണ സംബന്ധേ. എന്നാൽ മാത്രമേ നമുക്ക് കലിയുഗത്തിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുള്ള അവസരങ്ങൾ പല പല രൂപത്തിൽ, കഥാരൂപത്തിൽ, അല്ലെങ്കിൽ ഉപാസനാ രൂപത്തിൽ, അല്ലെങ്കിൽ നോവലിന്റെ രൂപത്തിൽ, ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഏതെല്ലാം രീതിയിലാണ് ഭഗവാൻ നമ്മളെ കൃപാ കടാക്ഷം ചൊരിയുന്നത്. ഭക്തൻ അല്ലാൽ ഭഗവാൻ, ഇതൊക്കെ ഭഗവാന്റെ അവതാരം തന്നെയാണ്. തിരമാലകളെ കുറിച്ചുള്ള ഭഗവാന്റെ അവതാരങ്ങളെ പറ്റി നമുക്കറിയാം. ഭഗവാൻ നേരിട്ട് താഴ്ത്തിക്ക് ഇറങ്ങി വന്നിട്ട് നമ്മളെ ഇതൊക്കെ കഥ പറഞ്ഞു തരാൻ പറ്റില്ല. ഇതെല്ലാം ഭഗവാന്റെ സാഹിത്യ അവതാരങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുകയും കാണുകയും അറിയുകയും ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ആ ഇഷ്ടം ഭഗവാന്റെ ലീലകളെ കുറിച്ച് കേൾക്കാൻ ഉപയോഗിക്കണമെന്നുണ്ട്. അപ്പൊ നമ്മൾ ഓരോ അവസരങ്ങളും ഇങ്ങനെയുള്ള കഥാരൂപേണ, ഇപ്പൊ പണ്ടൊക്കെ എത്രയോ നാടകങ്ങള്, കഥകള്, ഹരികഥാപ്രസംഗം. പണ്ട് കഥാപ്രസംഗം ഉണ്ടായിരുന്നു എല്ലാ അമ്പലത്തിലും. ഇപ്പൊ അത് ഇല്ല. കഥാപ്രസംഗം എന്നല്ല പറയണത്, ഹരികഥാപ്രസംഗം എന്നാണ് പറയുന്നത്. അത് കേട്ടിട്ടുള്ളവർ പഴയ അമ്മമാരും മുത്തശ്ശിമാരെയൊക്കെ പറഞ്ഞേക്കാം വീടുകളിലൊക്കെ. ഇന്ന് അമ്പലത്തിലെ ഉത്സവത്തിന് എന്താ പ്രോഗ്രാം എന്ന് ചോദിച്ചാൽ ഹരികഥാപ്രസംഗം. ഇന്നതല്ല നടക്കണത്. ഇന്നെന്താ നടക്കണത്? ഇന്നത്തെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അമ്പലത്തിലെ പ്രോഗ്രാം നോട്ടീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എന്താണ്? പല പല ഡാൻസും അതും ഇതും അങ്ങനെയുള്ള ബഹളങ്ങളാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഹരികഥാപ്രസംഗമായിരുന്നു. ഹരിയുടെ കഥാപ്രസംഗം. അത് ഷോർട്ടായി പിന്നെ കഥാപ്രസംഗമായി. പിന്നെ വേറെ നോവലിന്റെ രൂപത്തിൽ പല പല എന്താ പറഞ്ഞ സ്പിരിച്വൽ മാറിയിട്ട് പിന്നെ മറ്റുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള കഥകൾ പറഞ്ഞ് അത് ആ ഒരു ബന്ധത്തിലേക്ക് വന്നു. അപ്പൊ ഇങ്ങനെയുള്ള കഥകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ കൃഷ്ണന്റെ ലീലകൾ കേവലം സുന്ദരം മാത്രമല്ല, പിന്നെന്താ, അവ മനസ്സിന് സംതൃപ്തി നൽകുന്നതാണെന്നാണ്. അപ്പൊ മനസ്സിന് സന്തോഷം, ആനന്ദാമ്പുതി വർധനം പ്രതിപദം പൂർണ്ണാമൃത ആസ്വാദനം. ആസ്വാദനം, ഭഗവാന്റെ കഥകൾ കേൾക്കുകയും ഭഗവാനെ പറ്റി ചിന്തിക്കുകയും ഭഗവാന്റെ ഓരോ ലീലകൾ, അതാണ് ഭഗവാന്റെ ജന്മ കർമ്മ ചമയ ദിവ്യം, അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ മഹത്തായ ആ ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതെല്ലാം നമ്മൾ കേൾക്കുകയും കാണുകയും അതിലൂടെ നമ്മൾ മനനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചിത്തശുദ്ധി വരികയും ചിത്തത്തിൽ ആനന്ദം ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കാരണം എന്താ, നമ്മൾ എന്താ ചെയ്യണേ? ആ പരമാത്മാവിനെ അലങ്കരിക്കുകയാണ്. ആ പരമാത്മാവിനെ അലങ്കരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഡെക്കറേഷൻ സാധനങ്ങളൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. ഈ ശ്രവണം, മനനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് എന്താണ് അതിലേക്ക് നമ്മൾ മാലിന്യങ്ങളും ഭഗവാന്റെ ലീലകളെ കുറിച്ച് കേട്ടാൽ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഭൗതിക മാലിന്യങ്ങളുടെ പൊടിപടലം തൽക്ഷണം ഒഴിഞ്ഞ് പോയി ഹൃദയം നിർമ്മലമാകും. അല്ലെ? ഹൃദയം നിർമ്മലമാകും. ഭഗവാന്റെ സർവാതിശയായ തിരുനാമത്തിന്റെ ശ്രവണം വഴി എല്ലാ ഭൗതിക മാലിന്യങ്ങളും ഒഴിഞ്ഞ് ഹൃദയം ശുദ്ധമായി തീരുമെന്നും ഭഗവാൻ ചൈതന്യൻ പറയുന്നുണ്ട്. ചേതോദർപ്പണം അർജനം ഭവമഹാദാവാഗ്നി നിർവാപനം ശ്രേയാ കൈരവ ചന്ദ്രികാ വിതരണം വിദ്യാവതൂർജീവനം ആനന്ദാംബുതി വർധനം പ്രതിപദം പൂർണ്ണാമൃത ആസ്വാദനം. ഓരോ ദിനങ്ങളും ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന അനുഭവം എന്താ? കൃഷ്ണകഥ കേൾക്കുക. ശൃണുതാം സ്വകഥാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദയന്തശ്ച അഭദ്രാണി വിധിനോദി സുഹൃസദാ. ഹൃദയത്തിലുള്ള മാലിന്യങ്ങളെ മാറ്റി ഹൃദയം ശുദ്ധീകരിച്ച് ഇതെല്ലാം വഴി നമുക്ക് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടില്ലേ, അപ്പൊ അതിലുള്ള നമ്മുടെ ഉള്ളിലുള്ള എളുപ്പം മാലിന്യം നിറഞ്ഞ അവസ്ഥ, ഇതെല്ലാം മാലിന്യം നിറഞ്ഞ അവസ്ഥയാണ് ബദ്ധജീവിതത്തിൽ. കാരണം മാലിന്യം അകലുന്നത് മാത്രമേ ജീവാത്മാവിൽ ഉറങ്ങിക്കിടക്കുന്ന ഭഗവത് സേവനത്തിലുള്ള അഭിവാഞ്ച താനെ ഉണരുമെന്നാണുള്ളത്.
അപ്പം മാലിന്യം മാറിയാലേ നമുക്ക് ഈ ഭഗവാനോടും ഭഗവത് സേവനത്തോടും ഭഗവത് നാമത്തോടും ഒക്കെ ഒരു രുചി തോന്നുകയും അതിലൂടെ മാത്രമേ ജീവാത്മാവിൽ ഉറങ്ങിക്കിടക്കുന്ന ഭഗവാൻ നമ്മുടെ ഭഗവത് സേവനത്തിലുള്ള അഭിവാഞ്ച, ആഗ്രഹം, ആ ഇന്തൂസിയാസം, ഉത്സാഹ നിശ്ചയ ധൈര്യ തത് കർമ്മ പ്രവർത്തന സംഘത്യാഗ സദോവൃത്തി ഷഡ്ഭിർ ഭക്തിർ പ്രസിദ്ധതി. അപ്പോൾ ആ ഒരു ഉത്സാഹം, നിശ്ചയം, ധൈര്യം നമുക്ക് ഏത് രീതിയിലാണെങ്കിലും ഭഗവാന്റെ സേവനം ചെയ്യണം. ആ ഉന്മേഷം, രാവിലെ എണീക്കണം, നാമം ജപിക്കണം, 16 മാല ജപിക്കണം, അല്ലെങ്കിൽ 21 മാല ജപിക്കണം, ഇങ്ങനെയുള്ള ആ ഒരു ഉണർവ്, ഒരു ഹോംവർക്ക് നമ്മൾ ചെയ്തു വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് രാവിലെ 4 മണിക്ക് എണീക്കാനും മംഗളാരതി ചെയ്യാനും പ്രഭുപാദാരതി ചെയ്യാനും തുളസി ആരതി ചെയ്യാനും ഒരു ഉണർവും ഉന്മേഷവും ചെയ്യാവുള്ളൂ. നമ്മൾ ആരുമില്ലെങ്കിലും ഒറ്റയ്ക്കിരുന്ന് അതൊക്കെ ചെയ്യുമ്പോൾ ശ്രീ പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട്, ആ വീട്ടിൽ അല്ലെങ്കിൽ ആരും ഇല്ലെങ്കിലും ആ ഭിത്തികളിലിരിക്കുന്ന പല പല പ്രാണികളോ ജീവാത്മാക്കളെല്ലാം ഇത് കേൾക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം ആര് വരുന്നു, ഒന്നിച്ചു വരുന്നു എന്ന് ചെയ്യാൻ ഉദ്ദേശിക്കേണ്ട, വരുന്നവർ വന്നോളും. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നിത്യമായി സേവനമായിട്ട് ഭഗവത് പാതാരബന്ധങ്ങൾ അർപ്പണ ബുദ്ധിയോടെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതാണ് നമ്മുടെ അഭിവാഞ്ച എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഉത്സാഹം, നിശ്ചയം, ധൈര്യം, തത് കർമ്മ പ്രവർത്തന സംഘത്യാഗ സദോവൃത്തി ഷഡ്ഭിർ ഭക്തിർ പ്രസിദ്ധതി. അപ്പൊ സത്സംഗത്തിലൂടെ മാത്രമേ ഇതെല്ലാം സാധിക്കുകയുള്ളൂ. അപ്പൊ അതെല്ലാം വികസിപ്പിച്ച് അതിന്റെ ഫലമായി ഭക്തന്മാരുടെ സൗഹൃദം സ്ഥാപിക്കാനുള്ള അവസരം ലഭിക്കുന്നു, അല്ലെ? ഭക്തസംഘം ലവമാത്രേ സാധുസംഘേ സർവസിദ്ധി. എല്ലാത്തിനും നമുക്ക് എല്ലാ സിദ്ധികളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണ്? ഭക്തന്മാരുമായിട്ടുള്ള സത്സംഗത്തിലൂടെ മാത്രമേ ഉള്ളൂ. അപ്പം ഈ സത്സംഗം ഉണ്ടാകുന്ന ഇപ്പം കൊറോണ വന്നപ്പോൾ തൊട്ടാണ് ഈ സൂം മീറ്റിംഗ് വന്നത്. അപ്പോൾ സൂം മീറ്റിങ്ങിലൂടെ നമ്മൾ പല ഭക്തന്മാർക്ക് എല്ലാവർക്കും വളരെ ഉത്സാഹത്തോടെ സൂം തുറന്നു വെച്ച് നാമം ജപിക്കുക, അല്ലേ? അമ്പലത്തിൽ പോകണ്ട, അല്ലെങ്കിൽ എവിടെ ഇല്ല, ഡയറക്റ്റ് പിന്നെ ഇത് ഓൺ ചെയ്ത് വെച്ചിട്ട് നേരെ സത്സംഗത്തിലേക്ക് കയറിയാൽ മതി. അപ്പൊ എത്ര 2 മണിക്കൂർ 3 മണിക്കൂർ ആയാലും ഒരു കുഴപ്പമില്ല. കാരണം എന്താ പറയണ? ഭഗവാൻ പറഞ്ഞിട്ട് ശ്രീമദ് ഭാഗവത്തില് എന്താ? സ്ഥാനേ സ്ഥിതേ ശ്രുതികഥാം തനുവാക് മനോപീർ. ഭക്തന്മാർക്ക് മനസ്സാലും വാക്കാലും പ്രവർത്തിയാലും കൃഷ്ണനെ കീഴടക്കാൻ പറ്റുമെന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്നുണ്ട്. താനേ പ്രഭുപാദ് എപ്പോഴും പറയാറുള്ളതാണ് ഈ ശ്ലോകം. സ്ഥാനേ സ്ഥിത ശ്രുതികഥാം തനുവാക് മനോപീർ. അപ്പം ഭക്തന്മാർക്ക് മനസ്സാലും വാക്കാലും പ്രവർത്തിയാലും കൃഷ്ണനെ കീഴടക്കാൻ പറ്റും, ഭഗവാനെ കീഴടക്കാൻ പറ്റും എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ കീഴടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ചിത്തശുദ്ധി വേണം. നിത്യമായ ആ ഒരു സാധന ഭക്തി അല്ലെങ്കിൽ സൗഹൃദം സ്ഥാപിക്കാനുള്ള, ഭക്തന്മാരുമായി സൗഹൃദം സ്ഥാപിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളെ കുറിച്ച് കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം എന്നാണ് പറയുന്നത്. പ്രായോഗിക അനുഭവം നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നോക്കിയാൽ മതി. പ്രായോഗിക അനുഭവത്താൽ നിന്ന് പരീക്ഷിത് മഹാരാജാവ് പറയുന്നുണ്ട്. ആ പരീക്ഷിത് മഹാരാജ് 7 ദിവസം കൊണ്ട് ചെയ്തപ്പോഴുള്ള ആ കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞു തരുവാണ്. നീ കലിയുഗത്തിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറയുവാണ്, അല്ലേ? കൃഷ്ണൻ എന്ന ഈ ഗ്രന്ഥം ആ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. ഭഗവാന്റെ ഭഗവത്ഗീത, ഭാഗവതം, അതാണ് ശാസ്ത്രം പഠിക്കുക, നാമം ജപിക്കുക, സേവനം ചെയ്യുക. ഈ കാര്യങ്ങളാണ് കലിയുഗത്തിൽ പറഞ്ഞിട്ടുള്ള പ്രധാനം. മനുഷ്യജീവിതത്തിന്റെ അത്യന്തിക ലക്ഷ്യം നേടാൻ ഭഗവാന് ഈ ഗ്രന്ഥങ്ങളെല്ലാം ഉപകാരപ്പെടുമെന്നാണ് പറയുന്നത്. അകാരണമായ കാരുണ്യാതിരേകത്താൽ ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ അവതരിച്ച് സാധാരണ മനുഷ്യനെ പോലെ സ്വന്തം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. നിർഭാഗ്യവശാൽ അധാർമികൾ അഥവാ നാസ്തിക വർഗം കൃഷ്ണനെ തങ്ങളെപ്പോലുള്ള സാധാരണ മനുഷ്യനായി കാണുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നിന്ദിക്കുകയും ചെയ്യുന്നു. ഇതിനെ ഭഗവാൻ തന്നെ ശ്രീമദ് ഭാഗവത്തിൽ അധിക്ഷേപിച്ചിട്ടുണ്ട്. അവജാനന്തി മാമൂഢ, അല്ലെ? നമുക്ക് എപ്പോഴും വായിക്കണം. അവജാനന്തി മാമൂഢ, മൂഢന്മാരാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് പറയാനും ഭഗവാൻ ഇങ്ങനെയാണ്, കൃഷ്ണൻ അങ്ങനെയാണ്, കൃഷ്ണന്റെ 18 ഭാര്യമാരുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയണത് എന്താ? അവജാനന്തി മാമൂഢ, മൂഢന്മാരാണ്. ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളെക്കുറിച്ചും ഭഗവാനാണ് ഇതെല്ലാത്തിനും ഈ സർവോപാധി എല്ലാത്തിനും കാരണക്കാരനും എല്ലാത്തിനും നമുക്ക് സന്തോഷം തരാനും ദുഃഖം തരാനും നമുക്ക് വേണ്ട കാര്യങ്ങൾ യഥാവിധി നടത്തി തരാനുള്ള ഏക ആശ്രയം ഭഗവാനാണെന്നുള്ള ആ ചിന്തയില്ലാതെ ആരാ പറയണേ? അവജാനന്തി മാമൂഢ. ഇങ്ങനെയൊക്കെ നാസ്തികരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ മൂഢന്മാരാണ് കൃഷ്ണനെ സാധാരണക്കാരനായിട്ട് പറയുന്നത്. സാധാരണക്കാരനാണോ ഭഗവാൻ? അല്ല. നേരത്തെ പറഞ്ഞു ഭഗവാൻ എന്ന വാക്കിന് ബലം, കീർത്തി, ഇത്രയും ഐശ്വര്യങ്ങളുള്ള ആരാ ഈ ലോകത്ത്? ഇത്രയൊക്കെ അല്ല, ആരുമല്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ പറ്റി ഇങ്ങനെയുള്ള സാധാരണക്കാരനായിട്ട് ഒന്നും പറയുന്നത് അവജാനന്തി മാമൂഢ, മൂഢന്മാരാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. കൃഷ്ണൻ സാധാരണക്കാരനല്ല, ഏറിപ്പോയാൽ അല്പം കൂടുതൽ ശക്തിയുള്ളവനായി കണക്കാക്കുന്നു, അല്ലേ? അത് അഹങ്കാരികളായ മനുഷ്യവർഗത്തിൽപ്പെട്ടവരാണ്. അവരെ പറയുന്നത്
എന്നെക്കാളും ഒരല്പം കാര്യങ്ങളെ ഉള്ളെന്ന് പറയും. അങ്ങനെ പറയുന്നവരുണ്ട്. നമ്മൾ ഭക്തന്മാരും അല്ലെങ്കിൽ ഈ കേരളത്തിലുള്ളവരല്ല, കേരളത്തിലുള്ളവരെല്ലാം മഹാഭക്തന്മാരാണ് അല്ലേ. ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അല്പം കൂടി വളർന്നപ്പോൾ കൃഷ്ണൻ കമിഴാൻ തുടങ്ങി. പിന്നെ ആ കുട്ടിയുടെ കാര്യമാണ് പറയണത്. തൃണാവർത്തൻ എന്തുകൊണ്ടാണ് അല്പം കൂടി വളർന്നപ്പോൾ യശോദാനന്ദന്മാർ മറ്റൊരു ചടങ്ങ് നിശ്ചയിച്ചു. കൃഷ്ണന്റെ ഒന്നാം പിറന്നാൾ ചടങ്ങുകൾ ഇന്ന് വേദനാസാരികളെല്ലാം ദീക്ഷിക്കാറുണ്ട്. കൃഷ്ണന്റെ ജന്മനാൾ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ഹിന്ദുക്കളും ആഘോഷിക്കാറുണ്ട്. ഇപ്പൊ ഹിന്ദുക്കൾ മാത്രമല്ല, ഇപ്പൊ എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് ഭഗവാന്റെ ജന്മാഷ്ടമി. എല്ലാവരും ഭഗവാന്റെ ജന്മാഷ്ടമി ആഘോഷിക്കുക അല്ലേ. ഏത് രീതിയിലാണെങ്കിലും ഭഗവത് പ്രസാദം കിട്ടാനാണെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനാണെങ്കിലും ഒക്കെ എല്ലാവരും ആഘോഷിക്കുന്നുള്ള ഒരു സമയമാണ് ഈ കലിയുഗത്തിൽ. ഗോപന്മാർ ഒന്നടങ്കം ആണും പെണ്ണും ക്ഷണിക്കപ്പെട്ടിരുന്നു അല്ലെ. ഓരോ വ്യക്തികളെയും നമുക്കിപ്പോ ചൈതന്യ മഹാപ്രഭുവിന്റെ ഇത് 14-15 തീയതികളിൽ വളരെ മഹത്തായ ആ ഗൗരപൂർണിമ വരുന്നുണ്ട്. നമ്മൾ എത്രയോ പേര് വിളിക്കുന്നുണ്ട്. പല പല ആൾക്കാരും പല ഭഗവാന്റെ ആ ഗൗരലീല അല്ലെങ്കിൽ ഗൗരംഗ മഹാപ്രഭു തന്നിട്ടുള്ള ആ നാമസങ്കീർത്തന യജ്ഞം, നമ്മൾ നാമവിതരണം, നാച്ചോ ഗാവോ നഗര സങ്കീർത്തനം എന്നാ പറയണത്. നാമം ജപിക്കൂ, ഡാൻസ് കളിക്കൂ, പ്രസാദം കഴിക്കൂ എന്നാ പറയണത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചൈതന്യ മഹാപ്രഭു വളരെ ലളിതമായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. അതാ ഭഗവാന്റെ ചൈതന്യ അവതാരം. അനർപ്പിത ചരിം ചിരാത് കരുണയാവതീർണം. അങ്ങനെയുള്ള കാരുണ്യവാനായ എല്ലാ സർവകാരണങ്ങൾക്കും അനർപ്പിത ചരിം ചിരാത് കരുണയാവതീർണ സമർപ്പയത് ഉന്നത ഉജ്ജ്വല രസം സ്വഭക്തി ശ്രീയം ഹരിപുരട സുന്ദരി കദംബ സന്ദീപതേ ദേവ. ചൈതന്യത്തിൽ പറഞ്ഞുകൊണ്ട് ആ സച്ചിനന്ദനൻ എന്താ പറഞ്ഞ എല്ലാത്തിനും നമുക്കുള്ള എന്താ മാധുര്യ രസം, മാധുര്യ കൃഷ്ണ പ്രേമരസം, മാധുര്യ പ്രേമരസം ഹരിനാമ സങ്കീർത്തനത്തിലെ അല്ലെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലൂടെ ഈ കലിയുഗത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ ഇങ്ങനെയുള്ള നിർഭാഗ്യവശാൽ അധാർമികൾ അഥവാ നാസ്തിക വർഗം കൃഷ്ണനെ തങ്ങളെ പോലുള്ള ഒന്നും ചിന്തിക്കാതെ ചിലർ സ്വയം കൃഷ്ണനായിട്ടൊക്കെ പറയും അല്ലെ. പിന്നെന്താ പറയുക, അല്പം കൂടി വളർന്നപ്പോൾ കൃഷ്ണൻ കമിഴാൻ തുടങ്ങി. ഇതിലുള്ള ഗോപന്മാരൊക്കെ വളരെ സന്തോഷിച്ചു. അത്യാഹ്ലാദത്തോടെ നന്ദഗ്രഹത്തിൽ ഒത്തുകൂടി. നല്ലൊരു സംഗതികളും അവിടെ കൂടിയിരുന്നവരെല്ലാം ആസ്വദിച്ചു, ക്ഷണിച്ചു. അന്ന് പണ്ഡിതരായ ബ്രാഹ്മണർ കൃഷ്ണന്റെ സൗഭാഗ്യത്തിനായി വേദമന്ത്രങ്ങൾ ഉരുവിട്ടു. ഇതിനിടെ യശോദ കൃഷ്ണനെ കുളിപ്പിച്ചു. സാങ്കേതികമായ ഒരു ചടങ്ങിന് അഭിഷേകം എന്നാണ് പറയുന്നത് അല്ലെ. നമ്മളിപ്പോ അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താ, ഭഗവാന് പാല്, തൈര്, നെയ്യ്, വെണ്ണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കരിക്ക്, റോസ് വാട്ടർ, ജലം, ചൂടുവെള്ളം, ഷുഗർ സിറപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്യും അല്ലെ. നമ്മളിപ്പോൾ ജന്മാഷ്ടമി നാള് അല്ലെങ്കിൽ ഗൗരപൂർണിമ വരുമ്പോൾ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ വിഗ്രഹത്തിൽ നമ്മൾ എന്തെല്ലാം അഭിഷേകം ചെയ്യാൻ പോകും. ജന്മാഷ്ടമി ദിനം അല്ലെങ്കിൽ കൃഷ്ണന്റെ ജന്മദിനം എന്ന പേരിൽ വൃന്ദാവനത്തിലെ ക്ഷേത്രങ്ങളെല്ലാം ഈ ചടങ്ങ് ദീക്ഷിക്കാറുണ്ട്. ധാരാളം ധാന്യങ്ങളും സ്വർണ്ണാഭരണങ്ങളും അണിയിച്ചു ഒന്നാന്തരം പശുക്കളും പണ്ഡിതരും ബഹുമാന്യരുമായ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യാനായി ഈ അവസരത്തിൽ യശോദ ഒരുക്കി വെച്ചിരുന്നു. കുളി കഴിഞ്ഞ് അടയാഭരണങ്ങളെല്ലാം അണിഞ്ഞ് യശോദ കുളിപ്പിച്ച് അണിയിച്ചൊരുക്കിയ കൃഷ്ണനെ എടുത്ത് വേദമന്ത്രങ്ങൾ ഉരുവിട്ട് ബ്രാഹ്മണരുടെ മുമ്പിൽ മന്ത്രം ചൊല്ലുന്നത് കേൾക്കാനെത്തി. വേദമന്ത്രങ്ങൾ കേൾക്കുന്നതിനിടയിൽ മടിയിലിരുന്ന കൃഷ്ണൻ ഉറക്കം തൂങ്ങുന്നതായി മനസ്സിലാക്കിയ യശോദ ഒച്ചയുണ്ടാക്കാതെ അവനെ കിടക്കയിൽ കിടത്തി. ആ പുണ്യദിനത്തിൽ വീട്ടിലെത്തിയ വൃന്ദാവനവാസികളോട് സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സ്വീകരിക്കുന്ന തിരക്കിൽ കുഞ്ഞിന് പാൽ കൊടുക്കുന്ന കാര്യം യശോദ മറന്നു. കുഞ്ഞ് വിശന്ന് കരയുന്നുണ്ടായിരുന്നു. പക്ഷേ ബഹളത്തിനിടയിൽ യശോദ അത് കേട്ടില്ല. വിശപ്പ് കൊണ്ട് അമ്മ തൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് കൃഷ്ണന് ദേഷ്യം വന്നു. അവനൊരു സാധാരണ ശിശുവിനെ കാലുയർത്തി തൊഴിക്കാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവാന് ഈ ലീലകളൊക്കെ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മളുമൊക്കെ ചെയ്തിട്ടുള്ളതാണല്ലേ. പക്ഷെ അത് ഈ ഭഗവാന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതീന്ദ്രിയമാണ്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഭഗവാനെ വേദമന്ത്രങ്ങളൊക്കെ ഉരുവിട്ടു. കൃഷ്ണന് ദേഷ്യം വന്നു. അവൻ ഒരു സാധാരണ ശിശുവിനെ പോലെ കാലുയർത്തി തൊഴിക്കാൻ തുടങ്ങി. ഒരു ചാടിന്റെ കീഴെയാണ് കൃഷ്ണനെ കിടത്തിയിരുന്നത്. ചാടെന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ ചാട്, വലിക്കണ വണ്ടി അങ്ങനെ എന്തോ ആണ്. കൃഷ്ണനെ കിടത്തിയിരുന്നു. യാദൃച്ഛ്യമായ കൃഷ്ണന്റെ കാല് ചാടിന്റെ ചക്രത്തിൽ കൊണ്ട് ചാട് തകർന്നു. പലതരം ലോഹപത്രങ്ങളും തളികകളും ഉപകരണങ്ങളും അതിലുണ്ടായിരുന്നു. അവ വലിയ ശബ്ദത്തോടെ താഴെ വീണു. വണ്ടി ചക്രം അതിന്റെ അച്ചുതണ്ടിൽ നിന്ന് വേർപെട്ടു. ചക്രത്തിന്റെ അരക്കാലുകൾ അങ്ങിങ്ങായി ചിതറി വീണു.
യശോദമാതാവും ഗോപസ്ത്രീകളും ഗോപന്മാരും നന്ദമഹാരാജാവ് ഉൾപ്പെടെ എല്ലാവരും ചാട് സ്വയം തകർന്നു വീഴുന്നത് കണ്ട് അമ്പരന്നു പോയി. അവരെല്ലാം ചാടിന്റെ ചുറ്റും കൂടി അത് തകർന്നതിനെക്കുറിച്ച് ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞു. അല്ലേ? അപ്പൊ ആന ഓടിക്കഴിഞ്ഞാൽ പലരും പല അഭിപ്രായം പറയും. നമുക്ക് ഇപ്പൊ പ്രാക്ടിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ എന്താണ് ആന ഓടിയതെന്ന് പറഞ്ഞാൽ ചിലർ പറയും വാലയെ പിടിച്ചിട്ടാണ്, അല്ലെങ്കിൽ കുത്തിയിട്ടാണ്, അങ്ങനെയൊക്കെ പറയും. പക്ഷെ ആന ഓടിയെന്താ, ആൾക്കാർ ബഹളം, ഇപ്പൊ എവിടെയെല്ലോ സ്ഥലത്ത് ആന കുത്തണു ഓടണു, ഇങ്ങനെയൊക്കെ വെടിക്കെട്ട് പുറയിൽ നിന്ന് ആന വെടിക്കെട്ട് പൊട്ടിക്കുക, പിന്നെ ആന ഓടില്ലേ. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തെല്ലാം അപകടങ്ങളാണ് കലിയുഗത്തിൽ നടക്കുന്നത്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കാര്യം, അത് വളരെ അതീന്ദ്രിയമായ കാര്യങ്ങളാണ്. കൃഷ്ണനോടൊപ്പം കളിച്ചിരുന്ന ചില കുട്ടികൾ പറഞ്ഞു, അത് ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കാര്യമാണെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. ചിലരൊക്കെ കുട്ടികൾ പറഞ്ഞ കാര്യം ചെവിക്കൊണ്ടു, മറ്റു ചിലർ ഈ കുട്ടികൾ പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ എന്ന് കരുതി. പരമ്പൊരുളായ ഭഗവാനാണ് ശിശുരൂപത്തിൽ അവിടെ ശയിക്കുന്നതെന്ന്, അവന് എന്ത് ചെയ്യാൻ കഴിവുണ്ടെന്നും എന്തും ചെയ്യാൻ കഴിവുണ്ടെന്നും ഗോപജനങ്ങൾ അറിഞ്ഞില്ല. അല്ലേ? ഭഗവാൻ ഈ ശകടത്തിൽ ഇതിനകത്ത് കിടന്ന്, ഈ തൊട്ടിൽ കിടന്നിരുന്ന് ഭഗവാൻ തന്നെയാണെന്നുള്ള കാര്യം ഈ ഇങ്ങനെയൊക്കെയുള്ള അറിഞ്ഞിട്ടില്ല. അതാണ് അവജാനന്തി മൂഢന്മാർക്ക് ഇതൊന്നും അറിയാൻ പറ്റിയില്ല എന്നാ പറയണത്. അദ്ദേഹത്തിന്റെ ശക്തിക്ക് അധീനനാണ്. ചർച്ച നീളുന്നതിനെ കൃഷ്ണൻ കരയാൻ തുടങ്ങി. തർക്കത്തിൽ നിന്ന് നിൽക്കാതെ യശോദ കുട്ടിയെ എടുത്ത് മടിയിൽ കിടത്തി. ദുർമൂർത്തികളെ അകറ്റാൻ വേദമന്ത്രങ്ങൾ ചൊല്ലാൻ അവൾ ബ്രാഹ്മണരെ വരുത്തി. അല്ലേ? അപ്പൊ ബ്രാഹ്മണർ വന്ന് വേദമന്ത്രങ്ങളും ദുർമൂർത്തികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ബ്രാഹ്മണരെ വരുത്തി മന്ത്രങ്ങളൊക്കെ ഓതും. അല്ലെ? ഒപ്പം ശിശുവിനെ മുല കൊടുക്കുകയും ചെയ്തു. കുട്ടി മുല കുടിക്കുന്നതിനിടയിൽ അതിന് യാതൊരു ആപത്തുമില്ലെന്ന് മനസ്സിലാക്കാം. അല്ലെ? അപ്പം മുല കുടിക്കുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് യാതൊരു ആപത്തുമില്ല, കുഴപ്പമൊന്നുമില്ല, എന്ന് വിചാരിക്കാം. ഗോപന്മാർ വണ്ടി പൂർവ്വരൂപത്തിലാക്കി. സാധനങ്ങളൊക്കെ ഇതിൽ അടുക്കി വെച്ച് തൈര്, നെയ്യ്, കുശപ്പുല്ല്, ജലം എന്നിവ ഹവിസായി അർപ്പിച്ചുകൊണ്ട് ബ്രാഹ്മണർ ഹോമം തുടങ്ങി. കുഞ്ഞിന്റെ സൗഭാഗ്യത്തിന് വേണ്ടി അവർ പരമ്പൊരുളായ ഭഗവാനെ പൂജിച്ചു. അപ്പൊ ഭഗവാനെ വേണ്ടിയിട്ട്, സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് പരമ്പൊരുളായ ഭഗവാനെ പൂജിച്ചു. അവിടെ സന്നിഹിതരായിരുന്ന ബ്രാഹ്മണർ അഥവാ സർവദാ യോഗ്യന്മാരായിരുന്നു. കാരണം അവർക്ക് സ്പർദ്ധയില്ല. ഇതാണ് സ്പർദ്ധ എന്ന കാര്യം വളരെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ കലിയുഗത്തിൽ സ്പർദ്ധയേ ഉള്ളൂ. അപ്പൊ ഈ അതിനെല്ലാം അതായത് സ്പർദ്ധ എന്ന് പറഞ്ഞാൽ അസത്യം പറയില്ല, മതമാത്സര്യങ്ങളില്ല, അക്രമം കാട്ടുകയില്ല, ഹിംസിക്കില്ല. എല്ലാറ്റിനും പുറമെ അവർ ദുരഭിമാനികളായിരുന്നില്ല. അവരൊക്കെ യഥാർത്ഥ ബ്രാഹ്മണരായിരുന്നു. അതിനാൽ അവരുടെ അനുഗ്രഹം നിഷ്പ്രയോജനമാകാൻ ഒരു കാരണവുമില്ല. യോഗ്യരായ ബ്രാഹ്മണരിൽ ഉറച്ച വിശ്വാസത്തോടെ നന്ദമഹാരാജാവ് കുട്ടിയെ പല തരം പച്ചമരുന്നുകൾ കലർത്തിയ ജലം കൊണ്ട് അഭിഷേകം ചെയ്തു. ബ്രാഹ്മണർ ഈ സമയം എത്രയും ഹൃഗ് യജുർ സാമവേദങ്ങളിൽ നിന്നുള്ള സ്തോത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. മന്ത്രങ്ങളുടെ പ്രാധാന്യത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ബ്രാഹ്മണന്മാർ നമ്മൾ മന്ത്രം ഉരുവിടുന്നു, അല്ലെങ്കിൽ നമ്മൾ ഹരേ കൃഷ്ണമന്ത്രം ജപിക്കുന്നു, നിരന്തരമായിട്ടുള്ള ആ ജപത്തിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് കാര്യവും വളരെ പെട്ടെന്ന്, അല്ലെങ്കിൽ ആത്മധൈര്യം കിട്ടുകയും അതിലൂടെ നമുക്ക് കൂടുതൽ ഭഗവാനുമായിട്ടുള്ള ആ യോഗ പ്രക്രിയയിൽ, യോഗ ആധ്യാത്മിക പുംസം എന്ന് പറയുന്നത്, യോഗം ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, ഈ പ്രക്രിയയിലേക്ക് നമുക്ക് എപ്പോഴും നിരന്തരമായിട്ട് ഏർപ്പെടാൻ പറ്റും. അല്ലേ? അതാണ് നമ്മളെ പ്രധാന യോഗം. പിന്നെന്താ? ശരിയായ ബ്രാഹ്മണനില്ലാത്തവർക്ക് വേദമന്ത്രങ്ങൾ പാരായണം ചെയ്യാൻ അധികാരമില്ല. ബ്രാഹ്മണ്യത്തെക്കുറിച്ചുള്ള ബ്രാഹ്മണന്റെ ലക്ഷണം ഇതാണ്. നന്ദമഹാരാജാവ്, അതായത് ശരിയായിട്ടുള്ള ബ്രാഹ്മണിക്കൽ ക്വാളിറ്റി, അല്ല ജന്മം കൊണ്ട് നമ്മൾ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ശരിയാകില്ല. അത് കർമ്മം കൊണ്ട്, നമ്മുടെ ഓരോ കർമ്മം എങ്ങനെയാണോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യ, അത് ചണ്ടാളന് പോലും പുളിന്തന് പോലും, അല്ലെ, നമ്മൾ ഭഗവത്ഗീതയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഏത് സമുദായക്കാർക്ക് ആരാണോ ജാതി, ശൂദ്രരോ കച്ചവടക്കാരോ എന്നുള്ളതില്ല. ക്ഷാമത്തിൽ വന്നു കഴിഞ്ഞാൽ വൈഷ്ണവ ക്വാളിറ്റിയാണ്. ഹരേകൃഷ്ണ ശിലപ്രഭുപാദ് എപ്പോഴും പറയുന്നത്, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക, 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾ, മീറ്റ് ഈറ്റിംഗ്, ഗാംബ്ലിംഗ്, ഇൻടോക്സിക്കേഷൻ, ഡിസീസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രഭുപാദ് അല്ലെങ്കിൽ നമ്മുടെ ആചാര്യന്മാർ ശാസ്ത്രങ്ങളിൽ പറയുന്നു, അവൻ ബ്രാഹ്മണനായെന്നാണ് പറഞ്ഞത്. പക്ഷെ ഈ 4 കാര്യങ്ങളും നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതാണ് കൃഷ്ണാവബോധത്തിന്റെ നെടും തൂണെന്ന് പറഞ്ഞാൽ അതാണ്. അതിന് വളരെ സമയമെടുക്കും. എന്നാലും കൃഷ്ണാവബോധത്തിലുണ്ട്, നാമം ജപിക്കുന്നുണ്ട്, അത് തുടങ്ങി വെച്ചിട്ടുണ്ട്,
കൂടുതൽ കൂടുതൽ മുന്നേറുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനോടുള്ള രുചിയുണ്ട്, ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ അറിയുകയും ചെയ്യുകയും പ്രവർത്തിക്കുകയും പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ഇതെല്ലാം നമ്മൾ ഗൃഹസ്ഥ ലൈഫിൽ നിന്നുകൊണ്ട് വേണം. ആരെയും വെറുപ്പിക്കുകയോ അല്ലെങ്കിൽ അവരോട് വിദ്വേഷം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ എനിക്കിതെല്ലാം ചെയ്യണം, ഞാൻ നാമം ജപിക്കും, എനിക്കിതൊന്നും ജോലിയും ചെയ്യാൻ പറ്റില്ല, വീട്ടിലെ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർക്ക് ഒരു എന്താ പറഞ്ഞാൽ അവിടെ സമാധാനം നഷ്ടപ്പെടും. അതല്ല, നമ്മളിതെല്ലാം ഒരു സമനിലയിൽ ഒരു നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവരെയും ഈ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും, നമ്മൾക്കും ചെയ്യാൻ പറ്റും. ഈ ഈ കലിയുഗത്തിൽ ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ അതായത് നമ്മുടെ ചിത്തത്തിൽ ശുദ്ധിയാകും, അതിലൂടെ നമുക്ക് മറ്റുള്ളവരെയും നമുക്ക് ശുദ്ധിയാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതാണ് നാമജപത്തിൻ്റെ ഗുണം എന്ന് പറയുന്നത്. അത് കേൾക്കുന്നവർ പോലും, ഒരു പുൽത്തകടിയോ പുല്ലോ വൃക്ഷലതാദികളോ പക്ഷി മൃഗാദികളോ കേട്ടാൽ കൂടി ഇതെല്ലാം എല്ലാവരും രക്ഷപ്പെടും എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള നാമം ജപിച്ച് നമുക്ക് ആ ക്വാളിറ്റി ഉണ്ടാക്കിയിരിക്കണം, അല്ലെങ്കിൽ ചിത്തത്തിൽ ശുദ്ധത വേണം. അതിലൂടെ എന്താ പറയുക, ശൃണ്വതാംസ്വ കഥാകൃഷ്ണ, എപ്പോഴും നമ്മൾ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തേക്ക് ഈ പിബത രസായനം, ആ രസായനം ഒഴിച്ചു കൊടുക്കണം. അതിനുള്ള ഒരേ ഒരു വഴി കലിയുഗത്തിൽ നമുക്ക് ചൈതന്യ മഹാപ്രഭു തന്നിട്ടുണ്ട്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ച് ഈ എന്താ പറയുക, സമസ്ത ലോകത്തിനും നമ്മൾ എല്ലാവരോടും ഒരു സഹായ രൂപേണ, അല്ലെങ്കിൽ അദുഷ്ട സർവഭൂതാനാം മൈത്രം കരുണേവച, എല്ലാവരും മൈത്രി ഭാവമായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ കൃഷ്ണ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നമ്മളോട് നമുക്ക് ഇത് പറ്റില്ല അത് പറ്റില്ല അങ്ങനെയാണെന്നല്ല, എല്ലാവരോടും മൈത്രി ഭാവമായിരിക്കണം. ആരുമായിട്ടും ബന്ധപ്പെടാനും അവരെ കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരാനും ശരിയായുള്ള ഭക്തി എന്താണെന്ന് അവരെ തിരിച്ചറിവ് കൊടുക്കാനുമുള്ള ഒരു എന്താ പറയുക, അവരോടുള്ള ഒരു മൈത്രി ഭാവം. പലരും പല ഭക്തി കാര്യങ്ങളും പലരും ചെയ്യുന്നുണ്ട്, പക്ഷെ അവരെയൊക്കെ നമ്മൾ ഒരു ശുദ്ധമായ ഭക്തിയുത സേവനത്തിലേക്ക് നമ്മൾ ആ നാമജപത്തിലൂടെയും ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഈ കലിയുഗത്തിൽ ഭക്തന്മാരായിട്ട്, ഭക്തിർ ഹരോ തത് പുരുഷേച സഖ്യം തദേവ ഹാരം വദമന്യസേചേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനുള്ള ആഗ്രഹം ക്രമേണ ഭഗവാന് ഭക്തിയുത സേവനം ചെയ്യാൻ ആരംഭിക്കുകയും ഭഗവാനോട് മമതാബന്ധം, ആ മമതാബന്ധത്തിലൂടെയാണ് നമുക്കിതെല്ലാം കൃഷ്ണാവബോധം സംഭാവന ചെയ്യുവാണ് എല്ലാവർക്കും. ഈ മമതാബന്ധം അതെങ്ങനെ കിട്ടുന്നത്? നമുക്ക് മറ്റുള്ളവർക്ക് ആ ഒരു കാരുണ്യം, അതാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുള്ളത്. കൃഷ്ണ ഉപദേശ്, ആരെ കണ്ടാലും ഭഗവാന് പ്രസാദം ഓഫർ ചെയ്ത പ്രസാദം കൊടുക്കുക, നാമം ജപിക്കാൻ പറയുക, കൃഷ്ണ ബുക്ക് അല്ലെങ്കിൽ ഭഗവത്ഗീത ഇതൊക്കെ ദാനം കൊടുക്കുക, അല്ലേ, ശാസ്ത്രം ദാനം കൊടുക്കുക. അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നമുക്കിത് വരുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ ഗൗരവപൂർണിമയ്ക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ എന്താ പറയണേ, ഓരോ കാര്യത്തിനും വിവിധതരം യാഗങ്ങളും ബലികർമ്മങ്ങളും നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ മന്ത്രങ്ങൾ ഉരുവിടുന്ന യോഗ്യരായ ബ്രാഹ്മണരായിരിക്കും. അപ്പം മന്ത്രം ഉരുവിടുന്നത് വേദശാസ്ത്രങ്ങളോ വേദമന്ത്രങ്ങളോ ഇങ്ങനെയുള്ള ഋഗ്വേദം, സാമവേദം, അഥർവവേദം ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ ഉരുവിടുന്നത് ശരിയായിട്ടുള്ള ബ്രാഹ്മണന്മാരായിരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ശ്രീമദ് ഭഗവത്ഗീതയിലെ 9-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ ശ്ലോകം പറയുന്നുണ്ട്, വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ ഈ കലിയുഗത്തിൽ നമുക്ക് പഠിച്ച് പറയാനോ അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങളോ, കാരണം സുമന്ത മതയോ മന്ദഭാഗ്യ ഉപദ്രത, മന്ദബുദ്ധിയാണ്, വഴക്കാളിയാണ്, അൺലക്കി പീപ്പിളാണ്, കൂടുതൽ ജീവിത ദൈർഘ്യമില്ല. പക്ഷെ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമുക്ക് കിട്ടുന്ന മഹാമന്ത്രം, ആ മഹാമന്ത്രം ജപിക്കുകയും ഭഗവത്ഗീത ഭാഗവതം സത്സംഗത്തിലൂടെ നമ്മളും ആ ക്വാളിറ്റി എടുക്കുകയും ചെയ്യണം. അതായിരിക്കണം കലിയുഗത്തിൽ പറ്റുന്ന സമയം. അല്ലാതെ നമുക്ക് വേദശാസ്ത്രങ്ങളോ മന്ത്രങ്ങളോ പഠിക്കാനുള്ള സമയമോ സന്ദർഭവും ഇല്ല. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ച് ചെയ്യുകയാണെങ്കിൽ ഏത് ചണ്ടാളനോ പുളിന്തനോ ആർക്ക് വേണമെങ്കിലും ബ്രാഹ്മണിക്കൽ ക്വാളിറ്റിയിലേക്ക് വരാൻ പറ്റും. അതിലൂടെ നമുക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കിട്ടുകയും ആ കർമ്മങ്ങളെല്ലാം നമുക്ക് അനുഷ്ഠിക്കാനും പറ്റും എന്നാണ് പറയുന്നത്. പിന്നെന്താ, ചൈതന്യ മഹാപ്രഭു കലിയുഗത്തിലേക്ക് വന്ന് സങ്കീർത്തന യജ്ഞം തന്നിട്ടുണ്ട്, അല്ലേ? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ബ്രാഹ്മണർ വേദമന്ത്രങ്ങൾ ചൊല്ലി രണ്ടാമതും അനുഷ്ഠാന കർമ്മങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ നന്ദമഹാരാജാവ് വീണ്ടും അവർക്ക് അളവറ്റ ധാന്യങ്ങളും പശുക്കളും ദാനം ചെയ്തു. ഈ പശുക്കൾ സ്വർണം കൊണ്ടും ചിത്രപ്പണികൾ ചെയ്ത വസ്ത്രങ്ങൾ കൊണ്ടും ആഭരണങ്ങൾ കൊണ്ടും മറ്റും അലങ്കരിക്കപ്പെട്ടിരുന്നു. കൊമ്പുകളിൽ സ്വർണവളയങ്ങൾ
കുളമ്പുകളിൽ രജതപാളികൾ, കഴുത്തിൽ പുഷ്പമാല്യങ്ങൾ എന്നിവ അണിഞ്ഞിരുന്നു. തൻ്റെ അത്ഭുത ശിശുവിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഇത്രയേറെ പശുക്കളെ ദാനം ചെയ്തത്. ഇപ്രകാരം ബ്രാഹ്മണർ ആ, ഹൃദയ ഹൃദയംഗമായി അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്തു. യോഗ്യരായ ബ്രാഹ്മണരുടെ അനുഗ്രഹം ഒരിക്കലും വിഫലമായിട്ടില്ല. അപ്പോൾ യോഗ്യരായിട്ടുള്ള ബ്രാഹ്മണന്മാരുടെ നമ്മുടെ അതായത് ശ്രീ പ്രഭുപാദിൻ്റെ അല്ലെങ്കിൽ രാധാനാഥ് സ്വാമി മഹാരാജാവ് അങ്ങനെയുള്ള മഹാ ആത്മാക്കളുടെ അല്ലേ മഹാത്മാക്കളുടെ ആ പന്ഥാവിലൂടെ നമ്മൾ യാത്ര ചെയ്യണമെന്ന് പറയുന്നത് ജീവിതത്തിൽ. മഹാമ മഹാമനസ് ആ പന്ഥാവിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിലുള്ള അനുഷ്ഠാനങ്ങളൊക്കെ അനുഷ്ഠിക്കുകയും നമുക്ക് ആ ബ്രാഹ്മണന്മാരുടെ കൃപ കിട്ടുകയും ചെയ്യുള്ളൂ. ഈ ചടങ്ങുകൾക്ക് ശേഷം ഒരു ദിവസം യശോദ കുഞ്ഞിനെ മടിയിൽ കിടത്തി തലോടുകയായിരുന്നു. പെട്ടെന്ന് കുഞ്ഞിന്റെ ഭാരം വർദ്ധിക്കുന്നതായി തോന്നി. താങ്ങാനാവാത്ത വിധം ഭാരം വർദ്ധിച്ചപ്പോൾ മനസ്സോടെ യശോദ കുഞ്ഞിനെ തറയിൽ കിടത്തി. അല്പം കഴിഞ്ഞ് യശോദ മാതാവ് വീട്ടുജോലികൾ മുഴുകുകയും ചെയ്തു. അപ്പോൾ കംസന്റെ നിർദ്ദേശമനുസരിച്ച് കിങ്കരന്മാരിൽ ഒരുവനായ തൃണാവർത്തൻ ഒരു ചുഴലിക്കാറ്റിന്റെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷനായി എന്നാണ് പറഞ്ഞത്. അപ്പൊ അവൻ കുട്ടിയെ തോളിലേറ്റിക്കൊണ്ട് വൃന്ദാവനത്തിലെമ്പാടും പൊടിപടലം പറത്തുന്ന ഒരു കൊടുങ്കാറ്റായി സൃഷ്ടിച്ചു അല്ലെ. നമ്മുടെ കംസന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഈ കിങ്കരന്മാരിൽ ഒരാളായ തൃണാവർത്തൻ വരികയും അങ്ങനെ തൃണാവർത്തൻ ഈ കുട്ടിയെ എടുത്തുകൊണ്ട് ആ വൃന്ദാവനം കാറ്റിൽ പറത്തി അതെല്ലാം അനുഷ്ഠിച്ചതെന്നാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തൃണാവർത്തന്റെ കൊടുങ്കാറ്റായിട്ട് വന്നിട്ട് കൊടുങ്കാറ്റായി വന്ന ഭഗവാനെ ആകാശത്തിലേക്ക് ഉയർത്തിയ തൃണാവർത്തൻ അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഭാരം താങ്ങാനാവാതെ കുഴങ്ങുകയാണ് അല്ലെ. ഭഗവാന്റെ അടുത്താണോ ഈ കളി? ഭഗവാൻ എന്തെല്ലാം അതീന്ദ്ര ലീലകൾ ബാലലീലകളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ആ ഒരു വൃന്ദാവനം മുഴുവനും ഇതൊക്കെ കണ്ട് ഇരുളിലാണ്ടെന്നാണ് പറയുന്നത്. അതായത് പൊടിപടലം പുറത്തുനിന്ന് ആ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു. അതിൻ്റെ ഫലമായി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാവരുടെയും കണ്ണിൽ പൊടി നിറഞ്ഞു. വൃന്ദാവനം മുഴുവനും ഇരുളിലാണ്ടു. ആർക്കും ഒന്നും കാണാൻ വയ്യാതായി. ആ മഹാവിപത്തിൽ കാറ്റ് തട്ടിക്കൊണ്ടുപോയ തൻ്റെ ശിശുവിനെ യശോദയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല അല്ലേ. തൃണാവർത്തൻ കാറ്റായിട്ട് വന്ന് കൊടുങ്കാറ്റായിട്ട് വന്ന് കംസന്റെ ഇതിലാണ്, കംസൻ പറഞ്ഞതനുസരിച്ചാണ്, കംസന്റെ കൂട്ടുകാരനാണ് വന്നതെല്ലാം തട്ടിക്കൊണ്ടു. അതാണ് തൃണാവർത്തൻ. ആ തൃണാവർത്തൻ ആ യശോദാ മാതാവിന് ഈ ശിശുവിനെ യശോദയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല പൊടിപടലങ്ങൾ കൊണ്ട്. അവൾ ദയനീയമായി നിലവിളിക്കാൻ തുടങ്ങി അല്ലെ. അമ്മ ആ കുഞ്ഞിനെ കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വളരെ ഇവൻ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് കുട്ടിയെ കണ്ടില്ല അനൗൺസ് ചെയ്ത ആ അമ്മ ഇരുന്ന് കരയുവാണ് അല്ലെ. കുട്ടിയെ എവിടെ പോയി? കുട്ടിയെ അവിടെ പ്രസാദം കഴിക്കുന്നിടത്തും അവിടെയൊക്കെ നടപ്പുണ്ട്, പുറത്ത് നടക്കുക. അതാണ് ബാലലീലകളിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭഗവാന്റെ ബാല്യലീലകളൊക്കെ ഒരുപാട് ഒരു എന്താ നമുക്ക് അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ ഭക്തി നമുക്ക് വരും. അതിനുള്ള സന്ദർഭങ്ങളാണ് ഇതെല്ലാം, ഇങ്ങനെയുള്ള ബാലലീലകളൊക്കെ കേൾക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ അങ്ങനെ കുട്ടിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ശിശുവായ കൃഷ്ണനെ തോളിലെടുത്തുകൊണ്ട് തൃണാവർത്തൻ ആകാശത്തിൽ ഉയർന്നു പൊങ്ങി. എന്നാൽ കൂടുതൽ വേഗത്തിൽ ഗതി തുടരാൻ വയ്യാത്ത മട്ടിൽ കുട്ടിയുടെ ഭാരം പെട്ടെന്ന് വർദ്ധിച്ചു. അതിനാൽ ചുഴലിക്കാറ്റ് കൊണ്ടുള്ള വേലത്തരങ്ങൾ അവന് നിർത്തേണ്ടി വന്നു അല്ലേ. ഇങ്ങനത്തെ വേലകളൊന്നും തൃണാവർത്തൻ കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഭഗവാൻ അതിനപ്പുറം കാണിക്കും. ശിശുവായ കൃഷ്ണന്റെ ഭാരം അതിവേഗം വർദ്ധിച്ചതിന്റെ ഫലമായി അസുരന്റെ ഗതി താഴോട്ട് പോയി. ഭഗവാൻ അവന്റെ കഴുത്തിൽ പിടികൂടി. ആ കുഞ്ഞിനെ ഒരു പർവ്വതത്തിന്റെ ഭാരമുള്ളതുപോലെ തൃണാവർത്തന് തോന്നി. ഉടനെ ഭഗവാന്റെ ഭാരം വർദ്ധിച്ചു വന്നു. അവൻ കുഞ്ഞിന്റെ പിടിയിൽ നിന്ന് കുതിരിച്ചാടാൻ ശ്രമിച്ചു. പക്ഷേ സാധിച്ചില്ല. അവന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. തൃണാവർത്തന്റെ ഭീകരമായി അലറിക്കൊണ്ട് അവൻ വൃന്ദാവനത്തിന്റെ മണ്ണിൽ വീണ് മൃതിയടഞ്ഞു. അതോടുകൂടി എല്ലാം കഴിഞ്ഞു. ഭഗവാൻ ശിവന്റെ അമ്പേറ്റ് വീണ ത്രിപുര അസുരനെ പോലെ കൽത്തറയിൽ വന്നു വീണ അവന്റെ അവയവങ്ങൾ തകർന്ന് തരിപ്പണമായി. വൃന്ദാവനവാസികൾ മുഴുവൻ അവന്റെ ദേഹം ദൃശ്യമായി. അപ്പൊ തൃണാവർത്തന്റെ കഥ കഴിഞ്ഞു. കൊല്ലപ്പെട്ട അസുരന്റെ ശരീരത്തിൽ ഉല്ലാസത്തോടെ കളിച്ചുകൊണ്ടിരുന്ന കൃഷ്ണനെ കണ്ട് ഗോപികമാർ അതീവ വാത്സല്യത്തോടെ അവനെ വാരിയെടുത്ത് പ്രിയപ്പെട്ട കൃഷ്ണനെ തിരിച്ചു കിട്ടിയതിൽ ആയർകുലം മുഴുവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. കുഞ്ഞിനെ വിഴുങ്ങാനായി തട്ടിക്കൊണ്ടുപോയിട്ട് പകരം അസുരൻ വീണ് ചത്തത് കണ്ട് അവർ അത്ഭുതം
അത്ഭുതം കുറി. ചിലർ ഇങ്ങനെ പറയുകയും ചെയ്തു, ഇത് തികച്ചും ഉചിതം തന്നെ. മഹാപാപം ചെയ്യുന്നവർ അവരുടെ പാപപ്രവർത്തികൾ കൊണ്ട് തന്നെ മരണമടയുന്നു. ശിശുവായ കൃഷ്ണൻ ധാർമ്മികനാണ്. അതിനാൽ ഉം, ഭീതിതമായ അവസ്ഥകളിൽ നിന്നെല്ലാം അദ്ദേഹം രക്ഷിക്കപ്പെടും. പൂർവ്വജന്മങ്ങളിൽ നാമും ഈശ്വരാരാധന, ദാനധർമ്മങ്ങൾ, മനുഷ്യനന്മയ്ക്കുള്ള കർമ്മങ്ങൾ തുടങ്ങിയവ അനുഷ്ഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇവ കൊണ്ടൊക്കെ ആയിരിക്കും കുഞ്ഞിന് അപകടമൊന്നും സംഭവിക്കാതിരുന്നത്, അല്ലെങ്കിൽ അപകടമൊന്നും സംഭവിക്കാത്ത. അപ്പൊ നമുക്ക് കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, നമ്മൾ എന്ത് കർമ്മങ്ങളാണോ ചെയ്യുന്നത് അതിന്റെ തത്വം അതാണ്. അപ്പൊ നമ്മൾ എന്താണോ അനുഷ്ഠിച്ചിരുന്നത് അനുസരിച്ചായിരിക്കും നമുക്ക് കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് പ്രതിപ്രവർത്തനങ്ങളെല്ലാം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചിലർ പറയും ഇപ്പോൾ നമുക്ക് നല്ല സമയമല്ല, മോശ സമയമാണ്. പക്ഷെ ആ മോശ സമയം പോലും നമുക്ക് നല്ല സമയമാക്കി എടുക്കാൻ പറ്റും, അല്ലേ? ഭഗവാന്റെ സേവനങ്ങളും നാമജപങ്ങളും ആയിട്ട് കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ പറയുന്നുണ്ട്, നിന്നെ ഞാൻ മഹാപാപങ്ങളിൽ നിന്ന് പോലും രക്ഷിക്കാം, മഹാഭയങ്ങളിൽ നിന്ന് പോലും രക്ഷിച്ചൊള്ളും എന്നാ പറയുന്നത്. നേഹാവിക്രമൻ ആശ്വസ്തി പ്രത്യുവായന സ്വൽപ്പതേ സ്വൽപ്പമഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോഭയ. മഹാഭയങ്ങളിൽ നിന്ന് പോലും നിന്നെ ഞാൻ രക്ഷിച്ചു കൊള്ളാം എന്നാ പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും പകർത്തി കൊടുക്കാൻ അതാണ് പറയുന്നത്. ആ ഒരു ഭാവം, ആ ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. അതാണ് കൃഷ്ണാവബോധത്തിന്റെ ഏറ്റവും വലിയ എസൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഏത് ചണ്ടാളന് പോലും, അല്ലെങ്കിൽ ഏത് ശൂദ്രന് പോലും, ഏത് കച്ചവടക്കാരന് പോലും, ഏത് സ്ത്രീകൾക്ക് പോലും നമ്മൾക്ക് ഭഗവാന്റെ ആ രസം, ആ മാധുര്യ പ്രേമരസം പകരുന്നു. അതാണ് കൃഷ്ണാവബോധത്തിലെ പ്രഭുപാദ്, ചൈതന്യ മഹാപ്രഭു, മഹത് വ്യക്തികളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. അത് ആ പാതയിലൂടെ നമ്മൾ വേണം സഞ്ചരിക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് സംസ്കാരം നമ്മുടെ ജീവിതത്തിലും ധർമ്മം, അതാണ് ആ ധർമ്മം. അപ്പൊ അങ്ങനെയുള്ള നാമവും ഈശ്വരാരാധന, ദാനധർമ്മങ്ങൾ, മനുഷ്യനന്മയ്ക്കുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയവ അനുഷ്ഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ആ കുഞ്ഞിന് അപകടമൊന്നും പറ്റാതിരുന്നത്. അപ്പൊ നമ്മൾ ഏതടിസ്ഥാനത്തിലാണോ നമ്മൾ കർമ്മം ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രതികർമ്മങ്ങളെല്ലാം ഏറ്റുകൊണ്ടുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നമുക്ക്, അതായത് ഒരു ഒരു ചെടി നട്ടു കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞ് വെച്ചാൽ അതിന്റെ ഫലം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതുപോലെ നമ്മുടെ ധർമ്മങ്ങളും കർമ്മങ്ങളും അനുഷ്ഠിക്കണം. അനുഷ്ഠിച്ചില്ലെങ്കിൽ എന്താ, നമ്മൾ വെറും കേവലം എന്താ ചത്തതിനൊക്കും ജീവിച്ചിരിക്കും. അതായത് ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നു, ധർമ്മസ്വനിശ്ചിത പുംസ വിശ്വസേന കഥാസുയക നൊത്പാദയന്തോം രതി ശ്രമയേ വൈവി കേവലം. ഇപ്പൊ വെറുതെ ജീവിതം പാഴാക്കലായിരിക്കും. ഇങ്ങനെയുള്ള ധർമ്മങ്ങളൊന്നും ചെയ്യാതെ നാമം ജപിക്കാതെയും ഏകാദശി വ്രതങ്ങളൊന്നും എടുക്കാതെയും മഹത് വ്യക്തികളുടെ, അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ അവതരിച്ച ദിവസം നമ്മൾ കൂടുതൽ സത്സംഗം ചെയ്യുകയും നാമം ജപിക്കുകയും, അല്ലെങ്കിൽ ഭഗവാന്റെ ജന്മാഷ്ടമി മുതലായ കാര്യങ്ങളിൽ പങ്കെടുക്കുകയും, ശാസ്ത്രങ്ങൾ, ഈ ധർമ്മം ഇതെല്ലാം അമൃതാണ്. ഭാഗവതം, ഭഗവത്ഗീത, ശാസ്ത്രം, ചൈതന്യചരിതാമൃതം, ഇതൊക്കെ വായിക്കുകയും കേട്ടറിയുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ലോകത്ത് നടത്തേണ്ടതും. അല്ലെങ്കിൽ നമ്മൾ എന്താ, ധർമ്മസുനിശ്ചിത പുംസ, ഇതിനോടൊന്നും രതിയില്ലെങ്കിൽ, അട്രാക്ഷൻ ഇല്ലെങ്കിൽ, ശ്രമയേവി കേവലം ഒരു തടിയായിട്ട് ഇങ്ങനെ എന്താ പറഞ്ഞ ചത്തതിനൊക്കും ജീവിച്ചിരിക്കും എന്ന് പറഞ്ഞ പോലെ, വെറുതെ തിന്നും കുടിച്ചും രസങ്ങളൊക്കെ ആലപിച്ചും ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകാം. ഒരു സമയമാകുമ്പോഴത്തേക്കും അന്തക്കാലി നാരായണ സ്മൃതി ഉണ്ടാകില്ല, ഒരു സ്മൃതി ഉണ്ടാകില്ല. പക്ഷെ അതിനേക്കാൾ നല്ലത് എന്താ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അപകടങ്ങളൊന്നും സംഭവിക്കില്ല. അതായത് കണ്ണിൽ കൊള്ളേണ്ടത് പിരികത്തി കൊണ്ടുപോകുന്നതാണ്. മേഘാവിക്രമൻ ആശ്വസ്തി പ്രത്യുവായന സ്വൽപ്പതേ സ്വൽപ്പമഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോഭയാത്. അതായത് മഹാഭയങ്ങളിൽ നിന്ന് പോലും നമ്മളെ രക്ഷപ്പെടുത്തും. മഹാഭയം എന്ന് പറഞ്ഞാൽ എന്താ, മരണം. ആ മരണത്തിൽ നിന്ന് പോലും നമുക്ക് യമദൂതന്മാരുടെ നിന്ന് വിഷ്ണുദൂതന്മാർ വന്ന് രക്ഷിക്കും. നാമോച്ചാരണ മാഹാത്മ്യം, ആ മാഹാത്മ്യം നമ്മൾ അറിയണം. അതെ, അജാമിള മോക്ഷത്തിൽ അറിയാമല്ലേ. അപ്പൊ ഇതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കൗമാരെ ആജ്ഞരെ പ്രാജ്ഞാൽ, കുട്ടിക്കാലത്ത് തന്നെ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രായമാകട്ടെ, നാളെ ആകട്ടെ, കുറച്ച് കോമ സ്റ്റേജിൽ വരട്ടെ, അല്ലെങ്കിൽ നാമം ജപിക്കാറാകട്ടെ, ഇപ്പോൾ അതിനൊന്നും സമയമില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് അന്ധകാലേ നാരായണ സ്മൃതി വരുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഓരോ പ്രവർത്തനങ്ങളിലും നമ്മുടെ കർമ്മ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടും. അപ്പൊ നമ്മൾ ഭഗവാനെ വിളിച്ചോ ഗുരുവായൂരപ്പെന്നോ പ്രസാദം കഴിച്ചിട്ടോ അല്ലെങ്കിൽ വഴിപാടുകൾ കഴിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട്, എൻ്റെ യജ്ഞം ചെയ്യൂ, കലിയുഗത്തിൽ ഇതാണ് എൻ്റെ മഹത്തായ യജ്ഞം, നാമയജ്ഞം. അത് ചെയ്യൂ, ഭഗവാന്റെ നാമം ജപിക്കൂ. വേറെ ഒരു വഴിയില്ല, വേറൊരു വഴിയില്ല.
3 പ്രാവശ്യം നമ്മളോട് ഊന്നി ഊന്നി പറയുകയാണ്. ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലോ നാസ്തേവ 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 ഗതിരന്നത. വേറെ ഒരു ഗതിയില്ല. ദർ ഇസ് നോ അതർ വേ. അത് അതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ അധ്യായത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഗോപികൾ പരസ്പരം കരഞ്ഞു തുടങ്ങി. എന്തെല്ലാം വ്രതാനുഷ്ഠാനങ്ങളും തപസ്സുമാണവോ നാം പോയ ജന്മാന്മാന്തരങ്ങൾ അനുഷ്ഠിച്ചുള്ളത്, പരമ്പരകളായ ഭഗവാനെ പൂജിച്ചിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പരമ്പരകളായ ഭഗവാനെ പൂജിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. വിവിധതരം ബലികർമ്മങ്ങൾ അനുഷ്ഠിച്ചിരിക്കണം, ദാനധർമ്മങ്ങൾ നടത്തിയിരിക്കണം, കിണർ കുഴിപ്പിച്ചും ആൽമരം വെച്ച് പിടിപ്പിച്ചും ബഹുജനങ്ങളോട് ക്ഷേമത്തിനായി പ്രവർത്തിച്ചിരിക്കണം. അത്തരം സൽപ്രവർത്തികൾ ഫലമായിട്ടാണ് മരിച്ചുപോയെന്ന് കരുതിയ ശിശുവിന് നമുക്ക് തിരിച്ചു കിട്ടിയത്. ഇപ്പോഴിതാ അവൻ ബന്ധുക്കളെ ഉജ്ജീവിപ്പിക്കാൻ മടങ്ങിയെത്തിയിരിക്കുന്നു. അല്ലെ, ഭഗവാൻ തിരിച്ചെത്തി. ഇതെല്ലാം ആദ്യം ഓർത്ത് എന്താ, മരിച്ചുപോയി എന്ന് വിചാരിച്ചു. പക്ഷേ ആ ശിശുവിനെ തിരിച്ചു കിട്ടി. ബന്ധുക്കളെ ഉജ്ജീവിപ്പിക്കാൻ, തിരിച്ചും പഴയ സ്റ്റേജിലേക്ക് എത്തിക്കാനായിട്ട് മടങ്ങിയെത്തിയിരിക്കുകയാണ് ഭഗവാൻ. ഇങ്ങനെയുള്ള അത്ഭുത സംഭവങ്ങൾ കണ്ടപ്പോൾ നന്ദമഹാരാജാവ് വസുദേവരുടെ വാക്കുകളെ കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ചുപോയി. ഈ സംഭവത്തിന് ശേഷം ഒരു ദിവസം യശോദ വാത്സല്യപൂർവ്വം കുഞ്ഞിനെ പരിചരിച്ചു ലാളിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവളുടെ മുലയിൽ നിന്ന് ധാരാളം മുലപ്പാൽ ഒഴുകാൻ തുടങ്ങി. വിരലുകൾ കൊണ്ട് കുഞ്ഞിന്റെ വായ് തുറന്നു നോക്കിയപ്പോൾ ഈ പ്രപഞ്ചം പ്രത്യക്ഷം മുഴുവനും അവന്റെ വായിൽ യശോദ മാതാവ് കണ്ടു. ജ്യോതിർഗോളങ്ങൾ, സർവ്വദിശകളിലുമുള്ള താരാഗണങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, വായു, സമുദ്രങ്ങൾ, ദ്വീപുകൾ, പർവ്വതങ്ങൾ, വനങ്ങൾ എന്ന് വേണ്ട സർവ്വചരാചരങ്ങളുടെയും കൃഷ്ണന്റെ വായിൽ കാണുവാൻ കഴിഞ്ഞു. ഇത് കണ്ടപ്പോൾ യശോദയുടെ ഹൃദയം ശക്തിയായി ഇടിച്ചു തുടങ്ങി. യശോദ ഉള്ളിൽ മന്ത്രിച്ചു, എന്തൊരു അത്ഭുതം! ആ മാതാവിന് ഒന്നും മിണ്ടാനായില്ല. യശോദയുടെ മടിയിൽ കിടക്കുമ്പോൾ പോലും പരമ്പൊരുളായ ഭഗവാന്റെ ഈ വിശ്വരൂപം കൃഷ്ണൻ പ്രദർശിപ്പിച്ചതും ഒരു കാര്യം തെളിയിക്കുന്നു. അമ്മയുടെ മടിയിൽ ശിശുവായി പ്രത്യക്ഷപ്പെടുമ്പോഴും കുരുക്ഷേത്രത്തിലെ യുദ്ധഭൂമിയിൽ പാർത്ഥസാരഥിയായി വരുമ്പോഴും പരമ്പൊരുളായ ഭഗവാൻ തന്നെ. ധ്യാനം കൊണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും കൃത്രിമമായ ഭൗതിക പ്രവർത്തനങ്ങൾ വഴിയോ ഒരാൾക്ക് ദൈവമായി തീരാൻ കഴിയുമെന്ന് നിർവ്യക്തവാദികളുടെ, അതാണ് അവജാനന്തി മാംഭൂഢാം, ആ മൂഢന്മാർക്ക് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ കാണാൻ കേൾക്കാന്നൊക്കെ. പക്ഷെ ഒരു രക്ഷയില്ല. കണ്ടുപിടുത്തം അസംബന്ധമാണ്. ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളോ ഇങ്ങനെയുള്ള ഏക ദൈവങ്ങളോ അല്ലെങ്കിൽ ഇതെല്ലാം അസംബന്ധമാണ്. ഇതോടെ നിർവ്യക്തവാദികളുടെ കണ്ടുപിടുത്തം അസംബന്ധമാണ്. ഇതോടെ പ്രഖ്യാപിതമായിരിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള ലീലകളൊക്കെ ഭഗവാന്റെ ജന്മകർമ്മ ദിവ്യം ജന്മങ്ങളെ പറ്റിയും കർമ്മങ്ങളെ പറ്റിയൊക്കെ ബാലലീലകളെ പറ്റിയൊക്കെ അത് കേൾക്കുകയും കാണുകയും അതിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ഈ ബന്ധസ്ഥനായുള്ള ബദ്ധാത്മാക്കളെ കൂടുതൽ ഈ ജീവാത്മാക്കളെ എല്ലാം രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അല്ലേ? അതിലൂടെ മാത്രമേ നമുക്ക് ആ ഭഗവാന്റെ പരമ്പൊരുളായ ഭഗവാന്റെ സങ്കല്പിതമായ ശക്തിക്ക് തുല്യമാകാൻ ഒരിക്കലുമല്ല. ഭഗവാന്റെ ശക്തിക്ക് തുല്യമായിട്ട് ഒന്നുമില്ല. ഭഗവാനാണ് സർവ്വ ആശ്രയം എന്നുള്ള ആ സങ്കല്പത്തിലൂടെ അല്ലെങ്കിൽ തൃണാവർത്തന്റെ ആ ഒരു ഇതിലൂടെ ഈ കലിയുഗത്തിൽ നമുക്കറിയാവുന്നതാണ്. പക്ഷെ എല്ലാം ഭഗവാന്റെ ആശ്രയത്തിൽ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതെല്ലാം വളരെ സുഖകരമായിട്ട് നടത്തിപ്പോകാനും അങ്ങനെ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ഇതെല്ലാം അനുഷ്ഠിക്കാനും അനുഷ്ഠിക്കപ്പെടാനും നമുക്ക് സാധിക്കും. അതിനാണ് നമുക്ക് ഇതെല്ലാം അനുഷ്ഠിക്കണമെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിക്കണം. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ ജീവിതത്തിൽ ഭാഗവതം വായിക്കണം, ഭഗവത്ഗീത വായിക്കണം, അതിലുള്ള ശാസ്ത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. ആപ്ലിക്കേഷൻ പാർട്ടാണ് നമുക്കിതൊക്കെ. അപ്പം ഇതെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള വൈഷ്ണവനായിട്ട് മാറാൻ പറ്റും. ആ വൈഷ്ണവത്തിൽ നമ്മൾക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ എല്ലാ കാര്യങ്ങൾക്കും അനന്യ ചിന്തയന്തോമായ യജനാം ഭക്തി വാസുദേവം യേശാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യഹം. യോഗക്ഷേമത്തിന് വേണ്ടി കരുതി വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മളെന്താ ചെയ്യേണ്ടത്? അനന്യചിന്തയൊന്നുമാണ്, വേറെ ചിന്തകളൊന്നുമില്ലാതെ ഏക ആശ്രയം ഭഗവാനാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ പരമദീപത്വ പുരുഷനായ ഭഗവാനാണെന്നുള്ള ചിന്തയിലൂടെയും ആ ഭഗവാനെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ദിവസം തോറും അനുനിമിഷം സതതം കീർത്തയന്തോമ എപ്പോഴും ഭഗവാന്റെ നാമം ജപിച്ചും ഭഗവത് ലീലകളിൽ ഇങ്ങനെ ആറാട് എന്ന് പറയില്ലേ, അല്ലെ? ആറാട് അങ്ങനെയുള്ള അതിൽ അഡിക്റ്റ് ആയിരിക്കണം.
ഭക്തിയിൽ അഡിക്റ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതെല്ലാം, അല്ല എന്നും പറഞ്ഞ് നമുക്ക് ഗൃഹസ്ഥ ലൈഫിലോ നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊന്നും ഒഴിച്ചോടി കാട്ടിപ്പോയി ജപിച്ചിരിക്കാനല്ല പറയുന്നത്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നമുക്ക് ഗൃഹസ്ഥ ലൈഫിൽ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കണം. നമുക്ക് ലക്ഷ്മി വേണം, പൈസ വേണം, ജോലി ചെയ്യണം. പക്ഷേ നമ്മൾ കൃഷ്ണ ഈസ് സെൻറ്റർ. കൃഷ്ണ അവബോധത്തെ, അങ്ങനെയുള്ള അവബോധമാണ് പറയുന്നത്. അല്ലാതെ അതിനുവേണ്ടി എന്താ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഭീതരാഗ ഭയക്രോധ മന്മയ മാ ഉപാശ്രിത ബഹുവോ ജ്ഞാനതവസ മദ്ഭാവ ആഗത. അതായത് നമുക്കൊരു എന്താ പറയുന്നത്, ഭഗവാനോട് ഇങ്ങനെ അടുക്കാനുള്ള ഒരു ചിന്ത, ഒരു ഭാവമൊക്കെ, ഒരു തേനീച്ചയോടുള്ള ഒരു ഭയം മൂലം, അതായത് അതായിരിക്കണം നമ്മുടെ ചിന്ത. ഒരു തേനീച്ചയോടുള്ള ഭയം മൂലം ഒരു ദ്വാരത്തിൽ പ്രവേശിച്ച് പതിയിരിക്കാൻ നിർബന്ധിതനാകുന്ന ഒരു കീടം, ആ കീടത്തെ പറ്റി ചിന്തിച്ചു നോക്കി. ആ ഒരു കീടം നിരന്തരം തേനീച്ചയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതിനാൽ തേനീച്ചയെ പോലെ ആയിത്തീർന്നു, അല്ലേ? അതായത് നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുള്ളതാണ്, വേട്ടാവളിയൻ കൂട് വയ്ക്കുമ്പോൾ അങ്ങനെയാണ്. അത് എപ്പോഴും അതുപോലെ എപ്പോഴും ഭഗവത് ചിന്തയിലൂടെ, നാമജപത്തിലൂടെ, സത്സംഗത്തിലൂടെ ഭഗവത് പ്രസാദം കഴിച്ചിട്ട് അത് വിതരണം ചെയ്യുകയും ആ ബദ്ധാത്മാക്കൾ ആധ്യാത്മിക ശരീരം വീണ്ടെടുക്കാൻ പറ്റുമെന്നാണുള്ളത്. ശ്രീമദ് ഭാഗവത്തിൽ 7ാമത്തെ സ്കന്ധത്തിൽ പറയുന്നുണ്ട്, ഒരു നല്ലൊരു സരമായ ഒരു ശ്ലോകമുണ്ട് 7ാം സ്കന്ധത്തില്. കീടപേശസ്കൃത രുത്കുഠ്യായാം തമനുസ്മരൻ സംരംഭ ഭയയോഗേന വിന്ദതേ തൽസ്വരൂപതാം ഏവം കൃഷ്ണേ ഭഗവതി മയാ മായാ മനുജ ഈശ്വരേ വൈരേണ പൂതപാപ്മാന ആത്മനാം പുനരുചിന്തയാം. അതായത് ഒരു ഭിത്തിയിലെ ദ്വാരത്തിൽ ഒരു തേനീച്ചയാൽ തടവിലാക്കപ്പെട്ട ഒരു കീടം തേനീച്ചയോടുള്ള ഭയവും ശത്രുതയും നിമിത്തം എപ്പോഴും തേനീച്ചയെ മാത്രം ഓർമ്മിച്ചു കൊണ്ടിരിക്കുകയും അതുമൂലം അവസാനം തേനീച്ചയായി പരിണമിക്കുകയും ചെയ്യുന്നു. അതുപോലെ ബദ്ധാത്മാക്കൾക്ക് സച്ചിദാനന്ദ വിഗ്രഹമായ കൃഷ്ണനെ കുറിച്ച്, ഗുരുവായൂരപ്പനെ കുറിച്ച് ഓർക്കുകയും പറയുകയും അവിടുത്തെ ആ സച്ചിദാനന്ദ വിഗ്രഹത്തെ കുറിച്ച് എപ്പോഴും ചിന്തിക്കൊണ്ടിരുന്നാൽ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരായി തീരും. അങ്ങയുടെ ആരാധ്യാർഹനായ ഭഗവാനെയോ ശത്രുവിനെയോ എങ്ങനെയായാലും നിരന്തരം അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനാൽ അവർക്ക് അവരുടെ ആത്മീയ ശരീരങ്ങൾ, ആധ്യാത്മിക ശരീരം വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനുള്ള അവസരങ്ങളാണ് നമുക്ക് കലിയുഗത്തിൽ വളരെ മാധുര്യമായ ആ മാധുര്യ പ്രേമരസം നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആ കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിച്ചേ മതിയാവൂ, അല്ലേ? അനുഷ്ഠിക്കണമെന്നാണ് പറയണത്. ഇല്ലെങ്കിൽ നമ്മൾ ഈ കർമ്മബന്ധനങ്ങളിൽ പെട്ടുപോകും. എന്നാൽ നമുക്ക് അതിൽ നിന്ന് മോക്ഷം കിട്ടില്ല. അല്ലെങ്കിൽ കർമ്മബന്ധനങ്ങൾ പിന്നെയും കർമ്മത്തിലേക്ക് പോകും. അപ്പൊ കരിയുടെ ഈ യുഗത്തിൽ മോചനത്തിന് വേണ്ടി എല്ലാ വൈദിക ആചാരങ്ങളും അനുഷ്ഠിക്കാൻ നമുക്ക് പറ്റില്ല. പല പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. പക്ഷേ അതെല്ലാം വളരെ ദുഷ്കരമാണ്. പക്ഷെ ഈ യുഗത്തിൽ ഭഗവാന്റെ മാധുര്യമേറിയ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, എല്ലാ ശാസ്ത്രങ്ങളും എല്ലാ ആചാര്യന്മാരും ശുപാർശ ചെയ്യണത് ഇത് തന്നെയാണ്. സർവോപാധി വിനിർമുക്തം തത്പരത്തേന നിർമ്മലം ഋഷികേശ സേവനം. എല്ലാത്തിനുള്ള ഉപാധി ഒറ്റമൂലിയാണ്, അല്ലേ? അതായത് നമുക്ക് പല പല ബദ്ധാത്മാക്കളും പൂർവജന്മങ്ങളിൽ ഓരോ ദുഷ്കൃതി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഫലങ്ങളൊക്കെ ക്ഷമയോടെ അനുഭവിച്ചുകൊണ്ട് മനസാ വാചാ കർമ്മണ അങ്ങയെ സാദരം പ്രണിച്ചുകൊണ്ടും അങ്ങയുടെ അഹൈത്വമായ കാരുണ്യത്തിനായി കാത്തിരിക്കുന്ന ഒരുവൻ മോക്ഷത്തിന് അർഹനാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ തത്വങ്ങളെല്ലാം നമ്മൾ അനുഷ്ഠിക്കുകയും അത് ന്യായമായ ഒരു നമുക്ക് തീർച്ചയായിട്ടും എന്താ പറയുക, ഒരു ശ്ലോകം ഉണ്ടല്ലോ, തത്തേന് കമ്പാം സുസുമീഷമാണോ ഭൂഞ്ചാന ഏവാത്മകൃതം വിഭാഗം ഹൃദ്വാക് വപൂർ ഭീർ വിധതൻ നമസ്തേ ജീവേദയോ മുക്തിപദേവ ഭയധാക്. അപ്പൊ നിയമാനുസൃതമായി ജനിച്ച പുത്രൻ ജീവനോടിരുന്നാൽ മാത്രം മതി പിതാവിന്റെ സ്വത്തിന് അവകാശിയാകാൻ. അത് കേട്ടിട്ടില്ലേ? അപ്പൊ അതുപോലെ ഭക്തിയോഗത്തിൽ നിയന്ത്രണ തത്വങ്ങൾ, ആ നിയന്ത്രണ തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനകത്ത് പുതിയ ഭക്തന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ്, ഞാൻ ഇത് കൂടുതൽ നീട്ടുന്നില്ല. അപ്പൊ ഇത് എന്താ, ഈ കാര്യങ്ങളൊക്കെ കൃഷ്ണാവബോധത്തിൽ ജീവിച്ചാൽ, കൃഷ്ണാവബോധത്തിൽ ജീവിക്കണം, അല്ല നാമം ജപിക്കണം, ഏകാദശി വ്രതങ്ങൾ എടുക്കണം. അതൊക്കെ ആദ്യം നമുക്കിതൊക്കെ രുചിയായിട്ട് തോന്നില്ല. പക്ഷെ പിന്നീട് ഇതെല്ലാം അമൃതമായിട്ട് തോന്നും. ആദ്യം നമുക്ക് ഭൗതിക ചിന്തകളും ഭൗതിക ആയിരിക്കും രുചി വരുന്നത്. പക്ഷെ പിന്നീട് അത് ലാസ്റ്റ് അതെല്ലാം വിഷം പോലെ നമ്മൾ ഛർദ്ദിക്കേണ്ടി വരും. അപ്പൊ അതിനുകൊണ്ട് എല്ലാവരും ഒരേ ഒരു കാര്യം ചിന്തിച്ചാൽ മതി, ഭഗവാൻ കാരുണ്യത്തിനായിട്ട് എല്ലാവരും പ്രാപ്തരാകുക.
ആ കാരുണ്യം, ഭഗവാന്റെ അനുഗ്രഹം, ഒരു എന്താ ആനുകൂല്യം, ആ ഭഗവാന്റെ ഒരു ആനുകൂല്യമുണ്ട്. ആനുകൂല്യം കിട്ടാൻ വേണ്ടി നമ്മൾ പല പല സർട്ടിഫിക്കറ്റ് ഹാജരാക്കും അല്ലേ? പക്ഷെ ഭഗവാന്റെ ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ട് എന്താ പറഞ്ഞത്? എന്താണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്? നമുക്ക് ഇതുപോലുള്ള ശ്രവണം, കീർത്തനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഈ 9 കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പം അത് സബ്മിറ്റ് ചെയ്താൽ ഭഗവാന്റെ ആനുകൂല്യം കിട്ടും, ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. അതിനു വേണ്ടിയിട്ട് എല്ലാവർക്കും ആ ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, പരമമായ ലക്ഷ്യം. സ്വധർമ്മം, അതാണ് ഏതാവാൻ സാഖ്യ യോഗാഭ്യോ സ്വധർമ്മോ പരനിശ്ചയ ജന്മലാഭ പരംപുംസ അന്തേ നാരായണ സ്മൃതി. അപ്പം ഇതെല്ലാം എല്ലാവർക്കും അനുഷ്ഠിക്കാനും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഭാഗവതത്തിലൂടെയും ഭഗവത്ഗീതയിലൂടെയും ശാസ്ത്രങ്ങളിലൂടെയും ആദ്യം നമ്മൾക്ക് ഭക്തിയോഗം അനുഷ്ഠിക്കുക. ഭക്തി അതിലൂടെ മാത്രമേ ഇതെല്ലാം നമുക്ക് സംഭരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അതിനുള്ള അനുഗ്രഹവും ഭഗവാന്റെ കൃപ ഉണ്ടാകട്ടെ. നമുക്ക് ഭഗവാനോട് 4 പ്രാവശ്യം പ്രാർത്ഥിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതല്ലെങ്കിൽ നമുക്ക് 4 പ്രാവശ്യം ജപിച്ചിട്ട് ഈ ഭഗവാന്റെ തൃണാവർത്ത മോക്ഷം എന്ന ചാപ്റ്റർ നമ്മളിവിടെ ഭഗവത് പാതാരബന്ധങ്ങളിലും ഗുരുവിൻ്റെ പാതാരബന്ധങ്ങളിലും സമർപ്പിക്കാം. എല്ലാവരും ഒരുമിച്ച് നാമം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാമ രാമ ഹരേ രാമ ഹരേ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു ഹരി പ്രഭു हरे कृष्ण प्रभु जी, हरे कृष्ण। ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ.